സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് അല്പസമയം സ്തുതിച്ചാട്ടെ. ഇത്രത്തോളം അവനെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമല്ലയോ, പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? ടൈം സെറ്റിങ്ങിൽ ഇച്ചിരി വ്യത്യാസം വന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് അതിൽ അത്ഭുതകരമായി ചെയ്തോളും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുൻപ് പ്രസ്താവിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവവചന ഘോഷണത്തിനായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകളെയാണ്. നമുക്ക് ആർക്കും പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും സുപരിചിതന. എങ്കിലും ഇന്ന് രാത്രി താനിവിടെ ദൈവവചനം സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ: പിൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന് താല്പര്യമുള്ള ദൈവമക്കൾ എല്ലാവരും ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി ഞാൻ കർത്താവിൻ്റെ ദാസനെ ഭരമേൽപ്പിക്കുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ 12ാമത് ജനറൽ കൺവെൻഷനിൽ ദൈവവചനവുമായിട്ട് ദൈവം നൽകിയ ശുശ്രൂഷയുമായിട്ട് നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ജെയിംസ് എബ്രഹാം, ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ കെ കെ ജോസഫ്, കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ, തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ പി എം പാപ്പച്ചൻ, മറ്റ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ ഏവർക്കും, വിശേഷാൽ ഗായക സംഘത്തിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ആ ഗൾഫിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ ഇവിടെ യോഗത്തിന് സംബന്ധിക്കുന്നുണ്ട്. ഞാൻ അവരുടെ മുഖങ്ങൾ കാണുന്നുണ്ട്. ആ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിശ്ചയമായും ദൈവം അത് ചെയ്തെടുക്കുക എന്ന് ഒരു ചരിത്ര സംഭവം സൂചിപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. BC 44 റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്ന ജൂലിയസ് സീസർ എന്ന ചക്രവർത്തി വളരെ മനോഹരമായി തൻ്റെ കഴിവുകൾ ആ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വിനിയോഗിച്ചുകൊണ്ട് താൻ മുൻപോട്ടിങ്ങനെ ജൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തനിക്ക് ശത്രുക്കളുണ്ടായി. തന്നെ വകവരുത്തുവാൻ ആ ശത്രുക്കൾ പദ്ധതി ഇണക്കി. ഒരു ദിവസം ജൂലിയസ് സീസർ സെനറ്റ് അംഗങ്ങളെ വിളിച്ച് ഇന്ന തീയതിയിൽ നിയമനിർമ്മാണ സഭ കൂടുന്നതായിരിക്കും എന്നുള്ളത് അറിയിച്ചു. ആ ദിവസം സെനറ്റ് ഹാളിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതി നൽകി. ദിവസങ്ങൾ കഴിഞ്ഞു. ആ നിയമനിർമ്മാണ സഭ കൂടേണ്ട ദിവസം അടുത്തടുത്ത് വരികയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപൂർണിയ ഒരു ദുസ്വപ്നം കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റ് തൻ്റെ ഭർത്താവിനെ തട്ടി ഉണർത്തി ഇങ്ങനെ പറഞ്ഞു, അയ്യോ അരുത്,
താങ്കൾ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിയമനിർമ്മാണ സഭ നടത്തരുത്, ഇപ്പോൾ നടത്തരുത്. അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? ഞാൻ സ്വപ്നത്തിൽ ഒരു കാഴ്ച കണ്ടു. താങ്കൾ രക്തം വാർന്ന് രക്തത്തിൽ കുളിച്ച് ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു കാഴ്ച ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. തൻ്റെ ഭാര്യയുടെ അഭ്യർത്ഥന അനുസരിച്ച് മാനിച്ച് ഈ ചക്രവർത്തി സെനറ്റ് അംഗങ്ങളെയെല്ലാം വിളിച്ചറിയിച്ചു, ഇല്ല, ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ നിയമനിർമ്മാണ സഭ കൂടുന്നതായിരിക്കുന്നതല്ല. ഇദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഭൃത്യനായിരുന്നു ബ്രൂട്ടസ്. ഈ ശത്രുക്കൾ അവർക്ക് ജൂലിയസ് സീസറിനെ വധിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഈ ബ്രൂട്ടസിനെ കൈവശത്താക്കി. ഈ ബ്രൂട്ടസ് ഒരു ദിവസം ജൂലിയസ് കൈസറിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ തിരുമനസ്സേ, അടുത്ത നിയമനിർമ്മാണ സഭ എന്ന് കൂടണം എന്നുള്ളത് താങ്കളുടെ പ്രിയപ്പെട്ട ഭാര്യ സ്വപ്നം കണ്ടു പറയും. അന്നേരം ആ ഡേറ്റ് നിശ്ചയിച്ചാൽ മതിയെന്ന് പുച്ഛസ്വരത്തിൽ കളിയാക്കിക്കൊണ്ട് ഈ ചക്രവർത്തിയോട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഭൃത്യനായ ബ്രൂട്ടസ് പ്രതിവചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അഹംഭാവം ഉയർന്നു. ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം തിരുത്തുകയോ ഇല്ല. അദ്ദേഹം അടുത്ത സെനറ്റ് അംഗങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ തന്നെ നിയമനിർമ്മാണ സഭ കൂടുന്നതായിരിക്കും. ആ ദിവസം അടുത്തെത്തി. നിയമനിർമ്മാണ സഭ കൂടേണ്ട ദിവസം ചക്രവർത്തി ഒരുങ്ങി പരിവാര സമേതം സെക്രട്ടറിമാർ ആയി സെക്യൂരിറ്റികളുമായി തൻ്റെ അരമനയിൽ നിന്ന് സെനറ്റ് ഹാളിലേക്ക് മന്നം നടന്നിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് തൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് ഒരു കവർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തേച്ച് പറഞ്ഞു, അല്ലയോ രാജാവേ, ചക്രവർത്തി, ഇതിനകത്ത് ഞാനൊരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് താങ്കൾ അത് വായിക്കണം, വായിച്ചിട്ട് വേണ്ടിയതുപോലെ ചെയ്യണം. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റൊന്നും പറയാൻ സാഹചര്യം അനുവദിച്ചില്ല. ഇത് പറഞ്ഞിട്ട് ആ സുഹൃത്ത് അങ്ങ് പോയി. ചക്രവർത്തി വിചാരിച്ചു അവൻ്റെ ഏതോ പേഴ്സണൽ ആവശ്യമാണ്, അവൻ്റെ വീട്ടിലേക്കുള്ള റോഡിൻ്റെ കാര്യമോ വെള്ളത്തിൻ്റെ കാര്യമോ അവൻ്റെ ഏതെങ്കിലും വ്യക്തിപരമായ ആവശ്യമായിരിക്കും അദ്ദേഹം അഭ്യർത്ഥിച്ചത് എന്ന് വിചാരിച്ച് ആ എഴുത്ത് കവർ പൊട്ടിക്കാതെ സെക്രട്ടറിയുടെ കൈവശം കൊടുത്തു. അത് ഫയലിലിട്ടേക്കാൻ, ഇന്നത്തെ നിയമനിർമ്മാണ സഭ കഴിഞ്ഞിട്ട് അതെനിക്ക് തരണം, എനിക്ക് പൊട്ടിച്ച് വായിച്ച് അവന് വേണ്ടിയത് ചെയ്യണം. എന്നാൽ ആ സ്നേഹിതൻ ആ എഴുത്തിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു, അല്ലയോ തിരുമനസ്സേ, ഇന്ന് നടക്കുവാൻ പോകുന്ന നിയമനിർമ്മാണ സഭ ആ സെനറ്റ് ഹാളിൽ വെച്ച് ഏതോ ഒരു അപകടം പതിയിരിപ്പുണ്ട്. താങ്കൾ സൂക്ഷ്മതയോടുകൂടി വേണം അതിനകത്തിരിക്കുവാൻ എന്നുള്ള നിർദ്ദേശമായിരുന്നു ആ മനുഷ്യൻ ആ എഴുത്തിൽ എഴുതിയിരുന്നത്. പക്ഷേ ചക്രവർത്തി അതറിഞ്ഞില്ല. നിയമനിർമ്മാണ സഭ ആരംഭിച്ചു. ഒരു പ്രത്യേക നിമിഷം എത്തിയപ്പോൾ തൻ്റെ തൊട്ടടുത്തിരുന്ന വിശ്വസ്ത ഭൃത്യനായിരുന്ന ബ്രൂട്ടസ് അവൻ കരുതിക്കൊണ്ടുവന്നിരുന്ന കഠാര വലിച്ചൂരി ജൂലിയസ് സീസർ എന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ചക്രവർത്തിയായ അവൻ്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റി. താൻ രക്തം ഒഴുകി രക്തം വാർന്ന് പിടഞ്ഞ് മരിക്കുന്നതിന് അവസാന നിമിഷം അദ്ദേഹം പറഞ്ഞതായ ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് സെൻറ്റൻസ് എന്ന് പറയാനൊക്കത്തില്ല, പൂർത്തിയായില്ല, ഒരു ഫ്രേസാ. അന്നും ഇന്നുമുള്ള എഴുത്തുകാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രേസാ. കഴിഞ്ഞ ദിവസം ഒരു വാൾ പോസ്റ്റർ ഞാൻ തിരുവനന്തപുരത്തെ ഭിത്തികളിൽ കാണുവാനായിട്ടിടയായി. ഈ ഫ്രേസ് അതിങ്ങനെയാണ്. ജൂലിയസ് കൈസർ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ, യു ടു ബ്രൂട്ടസ്,
അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതായത്, എൻ്റെ വിശ്വസ്തനായ ഭൃത്യനായ ബ്രൂട്ടസെ, നീയും എൻ്റെ ശത്രുവായോ എന്ന അർത്ഥത്തിലാണ് ജൂലിയസ് സീസർ അത് പ്രതിവചിച്ചത്. ഈ ചരിത്ര സംഭവം ഞാനിവിടെ പറയാൻ കാര്യം മറ്റൊന്നുമല്ല. 2 മുന്നറിയിപ്പുകൾ ജൂലിയസ് കൈസർ എന്ന റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചതാണ് അല്ലേ? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുന്നറിയിപ്പ് കൊടുത്തതാ. 2, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ മുന്നറിയിപ്പ് കൊടുത്തതാ. ആ 2 മുന്നറിയിപ്പുകളെയും അവഗണിച്ചും കൊണ്ട് മുൻപോട്ട് പോയ ജൂലിയസ് കൈസർ എന്ന ആ റോമൻ ചക്രവർത്തിക്ക് അപകടം നേരിട്ടെങ്കിൽ, അനർത്ഥം നേരിട്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അനേക മുന്നറിയിപ്പുകളുള്ള ഈ പുസ്തകത്തിലെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട്, സ്നേഹിത, നീ മുൻപോട്ട് പോകരുത്. പോയാൽ അപകടം നിശ്ചയമാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ടോ അത് പാലിച്ച് പോയാൽ അനർത്ഥത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലകളിലെ ശക്തി പോരാ. ആമേൻ. ഇന്നലകളിലെ ആത്മനിറവ് പോരാ. സ്തോത്രം. ഇന്നലകളിലെ തീരുമാനങ്ങൾ പോരാ. ഇന്നൊരു പുതിയ ശക്തി ആവശ്യമാണ്. ഇന്നൊരു പുതിയ കൃപ ആവശ്യമാണ്. അത് മനസ്സിലാക്കിയ ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവേ, നിന്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്നലകളിലെ ശക്തിയല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തിയല്ല, ആത്മാപ്രവാഹമല്ല, ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ എൻ്റെ മേൽ ആവശ്യമാ. സ്തോത്രം. അത് പ്രാപിക്കുമെങ്കിൽ ഒരു വേദഭാഗം നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. യെശയ്യാവ് 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അടുത്തത്, അത് കത്തണമെന്ന്. അത് കത്തണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, ആ തീയ് എന്നിലൊന്ന് കത്തണമേ, എന്നിലൊന്ന് കത്തണമേ, എൻ്റെ കുടുംബത്തിലൊന്ന് കത്തണമേ. ഇന്ന് രാത്രി നിന്റെ മേൽ ആ തീയൊന്ന് കത്തിയാൽ, നിന്റെ മേൽ ആ തീയൊന്ന് ഇറങ്ങിയാൽ സ്വത്രം സംഭവിക്കുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാൽ അടുത്ത വാക്യം. ആ തീയൊന്ന് കത്തിയാൽ ഒരു ദിവസം കൊണ്ട്. എത്ര ദിവസം കൊണ്ടാ? ഒറ്റ ദിവസം കൊണ്ട് ആത്മാവിൻ്റെ തീ നമ്മുടെ ശരീരത്തിലൊന്ന് കത്തുമെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക ദിവസങ്ങൾ വേണ്ട. ആമേൻ. അധിക ദിവസങ്ങൾ വേണ്ട, അധിക മാസങ്ങൾ വേണ്ട, അധിക വർഷങ്ങൾ വേണ്ട. ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കത്തിയാൽ ഇന്ന് നിനക്ക് വിടുതലാണ്. നിന്നെ അലട്ടുന്ന രോഗത്തിൻ്റെ മേൽ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ മേൽ, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ഈ തീയൊന്ന് കത്താമെങ്കിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ മേൽ വിടുതൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട്. അടുത്ത വാക്യം. ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു. അതിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിക്കും. എന്നതാ മുള്ള്? കുത്തി വേദനിപ്പിക്കുന്നതാണ് മുള്ള്. വാക്കുകളാൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, നീ സ്നേഹിക്കുന്നവരിൽ നിന്ന്, നീ പ്രിയം വെച്ചവരിൽ നിന്ന്, ആമേൻ, നിനക്കെതിരെ വേദനിപ്പിക്കുന്ന വാക്കുകളാകുന്ന മുള്ളുകൾ ഇന്ന് രാത്രി കത്തി അമരണമെങ്കിൽ ഈ ആത്മാവിന്റെ തീയൊന്നിറങ്ങണം. സ്വത്രം. 2, പറക്കാര. എന്നതായി പറക്കാര? നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സസ്യമാണ് പറക്കാര എന്ന് പറയുന്നത്. നമ്മൾ നല്ല വിത്തുകൾ വിതറി,
നല്ല ഫലം കൊയ്യാൻ കാത്തിരിക്കുമ്പോൾ അവയ്ക്കിടയിൽ വളർന്നു കയറുന്ന ഒരു സസ്യമാണ് നമ്മൾ നടാത്ത, നമ്മൾ വിതയ്ക്കാത്ത ഒരു സസ്യമാണ് പറക്കാര. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഫലത്തെ മൂടിക്കളയാൻ ശത്രു ഉപയോഗിക്കുന്ന സസ്യമാണ് പറക്കാര. നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഫലവത്തായ അനുഭവങ്ങൾ, നിന്റെ തലമുറ അനുഭവിക്കേണ്ടതായ ഫലവത്തായ അനുഭവങ്ങൾ, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട ഫലവത്തായ അനുഭവങ്ങൾ പോരാ, നിന്റെ ശരീരം അനുഭവിക്കേണ്ട ഫലവത്തായ സൗഖ്യത്തെ തടയുന്ന പറക്കാര ഇന്ന് രാത്രി കത്തിയഴിയാൻ പോകുകയാണ്. ആത്മാവിന്റെ തീ ഇവിടെ ഇറങ്ങുകയാണ്, ആത്മാവിന്റെ തീ ഇവിടെ കത്തുകയാണ്. ആമേൻ, ആമേൻ. നിന്നെ വിഷമിപ്പിക്കുന്ന മുള്ള്, ആമേൻ, നിന്നെ മൂടിക്കളയുന്ന, ഫലത്തെ മൂടുന്ന പറക്കാര ഇന്ന് രാത്രി കത്തുന്ന തീക്കകത്ത് ദഹിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ഒരു വെളിപ്പാട് എനിക്ക് തരികയാണ്. കുടലിൽ അസുഖമുണ്ടായിട്ട്, ശ്രദ്ധിക്കണം, കുടലിൽ അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിച്ചു, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു, കുടലിൽ അസുഖമാണ്. അതിന് പ്രതിവിധിയായി സർജറിയാണ് ഡോക്ടർ വിധിച്ചത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മാവിൽ എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാ. എത്ര പേർ വിശ്വസിക്കും? നിന്റെ ചെറുകുടലില് അലട്ടുന്ന രോഗത്തിന്റെ മേൽ, വ്യാപിക്കുന്ന രോഗത്തിന്റെ മേൽ ഇന്ന് രാത്രി എൻ്റെ ദൈവം സൗഖ്യം. എത്ര പേർ ഏറ്റെടുക്കും? എത്ര പേർ ഏറ്റെടുക്കും? വരട്ടെ ദൈവവചനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ശ്രദ്ധിക്കും. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പത്രോസ് യോഹന്നാനുമായിട്ട് ദേവാലയത്തിലേക്ക് ഇങ്ങനെ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ അതിന്റെ വാതിക്കൽ ഒരു യാചകൻ ഇരിക്കുകയാണ്. അവൻ മുടന്തനാ, ജന്മനാ മുടന്തൻ. മറ്റുള്ളവർ അവനെ ഭിക്ഷയാചിപ്പാൻ എടുത്തു പൊക്കിക്കൊണ്ട് അവിടെ ഇരുത്താറുണ്ട്. അവൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുക. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഇവരുടെയും മുഖത്തേക്ക് നോക്കി സാറേ എന്ന്, യജമാന്മാരെ എന്നൊക്കെ വിളിക്കുക. പത്രോസ് അവനെ നോക്കിയേച്ച് ഇങ്ങനെ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല. പത്രോസിന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിഞ്ഞു, വെള്ളിയും പൊന്നുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എൻ്റെ കൈവശമില്ല. ബട്ട് വൺ തിങ് ഐ ഹാവ്, എൻ്റെ ജീവിതത്തിൽ ഒന്നുണ്ട്. വെള്ളിയും പൊന്നും ഇല്ലെങ്കിലും വേറൊരു സാധനം എൻ്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? വെള്ളിയും പൊന്നുമില്ലെങ്കിലും മറ്റാർക്കും കാണുവാൻ കഴിയാത്ത ഒന്ന് നമ്മുടെ പക്കൽ ഉണ്ട് എന്ന് പറയാൻ കഴിയട്ടെ. സ്തോത്രം. വരണേ ആരാധിക്കാൻ നമുക്ക് വരട്ടെ. ആമേൻ. പത്രോസ് പറയുന്നു, ഒന്ന് എനിക്കുണ്ട്. എന്തുവാ? നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് അതുണ്ട്? എത്ര പേർ അത് ഏറ്റെടുക്കും? എനിക്കുണ്ട് എന്ന് പറയാൻ എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? പൊന്നല്ല, വെള്ളി അല്ല, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കുണ്ട് എന്ന് പറയാൻ, എനിക്കുള്ളതെന്ന് പറയാൻ ഇന്ന് രാത്രി ചിലത് നമ്മൾ പ്രാപിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങാൻ. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുക. എനിക്കുണ്ടെന്ന് പറയാൻ പത്രോസ് ധൈര്യത്തോടെ പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷേ എനിക്കുള്ളത് ഒന്നെനിക്കുണ്ടെന്ന്. സ്തോത്രം. ഒന്നെനിക്കുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളതായി തീരുവാൻ ചില കാര്യങ്ങളുണ്ട്.
അതിന് ആധാരമായിട്ടൊരു വേദഭാഗം നമുക്ക് വായിക്കാം. 60-ാം സങ്കീർത്തനം. 60-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ 60, 108 എന്നീ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചാൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം ഇത്. അതായത് ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളാണത്. ഇത് രണ്ടും ഒരേ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ 2 സങ്കീർത്തനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ കാര്യങ്ങളാണ്. ആ 60-ാം സങ്കീർത്തനത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 9 പേരുകളുണ്ട്. 9 പേരുകൾ അവിടെ പറയുന്നുണ്ട്. 9 പേരുകൾ. സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ വാക്യം തുടങ്ങി ഒന്ന് വായിച്ച്. 60-ന്റെ 6-ാമത്തെ വാക്യം തുടങ്ങി. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തു. ഞാൻ ആനന്ദിക്കും, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച്. ഒന്ന് ശേഖേം, ഞാൻ ശേഖേമിനെ എന്ത് ചെയ്യും? വിഭാഗിക്കും. അടുത്തത് സുക്കോത്ത് താഴ്വരയെ അളക്കും. സുക്കോത്ത് താഴ്വര. 2 സുക്കോത്ത് താഴ്വരയെ ഞാൻ എന്ത് ചെയ്യും? അളക്കും. അടുത്തത് ഗിലെയാദ് എനിക്കുള്ളത്. ഗിലെയാദ് ആർക്കുള്ളതാ? എനിക്കുള്ളത്. അടുത്തത് മനസ്സയും മനസ്സയും എനിക്കുള്ളത്. 4 5. അടുത്തത് എഫ്രയീം എന്റെ തലക്കോരികയും 6 യഹൂദ എന്റെ ചെങ്കോലും. അടുത്തത് 7 മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. 8 ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പ് എറിയും. 9 ഫെലിസ്തീയ ദേശമേ ജയഘോഷം നിന്റെ മേൽക്കൊള്ളും. മതി. 9 പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഓരോന്നും വായിച്ച് ചിന്തിപ്പാനായിട്ട് ഒത്തിരിയുണ്ട്. ഒരുപാട് പ്രസംഗങ്ങളാണത്. എങ്കിലും ഇന്ന് രാത്രിയിൽ നമുക്കുള്ളത്, എനിക്കുള്ളതെന്ന് പറയാൻ ഒരു കാര്യം മാത്രം അവിടുത്തെ എടുത്തു പറഞ്ഞിട്ട് അതിൽ നിന്ന് ചിലത് എടുത്ത് സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതായത് 7-ാമത്തെ വാക്യത്തിൽ ഗിലെയാദ് എനിക്കുള്ളത്. ഗിലെയാദ് ആർക്കുള്ളതാ? എനിക്കുള്ളത്. ഇന്ന് രാത്രി ഈ ഗിലെയാദിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പ്രാപിച്ചു വേണം മടങ്ങിപ്പോകാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഗിലെയാദ് എനിക്കുള്ളതെന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി കഴിയണം. അങ്ങനെയെങ്കിൽ ഗിലെയാദ് എനിക്കുള്ളതാണെങ്കിൽ ആ ഗിലെയാദിൽ എന്തെല്ലാമുണ്ട്? ഒരാൾ പുറത്തുനിന്ന് നോക്കിയാൽ ഗിലെയാദ് എന്ന പേരിൻ്റെ അർത്ഥം റഗ്ഡ് എന്നാണ്. റഗ്ഡ് അതായത് അണീവൻ സർഫസ് എന്നുള്ളതാണ്. കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ സ്ഥലം. ഇതാണ് ഗിലെയാദ് എന്ന പേരിൻ്റെ അർത്ഥം. ഒരാൾ നോക്കിയാൽ അങ്ങനെ കാണുമെങ്കിലും ഇതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ചില മർമ്മങ്ങൾ വെളിപ്പെടാൻ പോകുന്നത്. പുറമേ നോക്കിയാൽ അത് കാണും. ഈ മാർക്കറ്റിൻ്റെ പുറമേ നിന്ന് കേട്ടാൽ അതിനകത്ത് ഭയങ്കര ആരവം. പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾ പറയും എന്തോ ഒരു ബഹളം ഇതിനകത്ത്. ആ മാർക്കറ്റിനകത്ത്, ചന്തയ്ക്കകത്ത് എന്തോ ഒരു ആരവമാണ്. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ അകത്ത് വരണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അകത്ത് വരുമ്പോഴാണ് മീൻ വിൽക്കുന്നവർ, വാങ്ങുന്നവർ, പച്ചക്കറി വിൽക്കുന്നവർ, വാങ്ങുന്നവർ, വില വീശുന്നത്, സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെ അതിൻ്റെ ആരവങ്ങളാണ് പുറത്ത് നിന്ന് ഒരാൾ കേട്ടാൽ വലിയ ശബ്ദം പോലെ കേൾക്കുന്നത്. പക്ഷേ സത്യം അറിയണമെങ്കിൽ, യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ അകത്തേക്ക് വരണം. സ്തോത്രം. അകത്ത് കയറിയ ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ സ്തുതിക്കാം. ഗിലെയാദിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവകാശമാക്കേണ്ടത് എന്തൊക്കെയാണ്? 1 യോശുവയുടെ പുസ്തകം എടുക്കാം. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, 8-ാം വാക്യം 20-8. കിഴക്ക് യെരിഹോവിനെതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും ഗിലെയാദിൽ ഗാദുഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ. മതി. ഇത് ഇസ്രായേൽ ജനത്തിന് 6 സങ്കേത നഗരങ്ങൾ ദൈവം തമ്പുരാൻ കൽപ്പിച്ചാക്കി. 6 സങ്കേത നഗരങ്ങൾ. എന്തിനാ സങ്കേത നഗരങ്ങൾ? നമുക്കെല്ലാവർക്കും അതറിയാം അല്ലേ? എതിർച്ചയ ഒരാൾ വേറൊരു വ്യക്തിയെ കൊന്നുപോയാൽ, അബദ്ധത്തിൽ സംഭവിച്ചതാ, അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചാൽ രക്തപ്രതികാരകൻ
അവൻ്റെ ബന്ധുക്കൾ ഇവനെ പിടിച്ച് കൊല്ലാനായിട്ട് പുറകെ ഓടി വരുമ്പോൾ ഇവന് രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ സങ്കേത നഗരത്തിൽ കയറിയാൽ. സ്തോത്രം. അങ്ങനെ 6 സങ്കേത നഗരങ്ങളിൽ ഒന്നാണ് ഗിലെയാദിലെ രാമോത്ത്. സ്തോത്രം. അപ്പൊ ഗിലെയാദിൽ എന്തോ ഉണ്ട്? സങ്കേതം, രക്ഷയുണ്ട്, രക്ഷയുണ്ട്. നിനക്ക് വീണ്ടെടുപ്പുണ്ട് ഗിലെയാദില്. നമുക്കറിയാം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മെ വീണ്ടെടുക്കുവാനായിട്ടാണ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. സ്വത്രം. അവൻ കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ യേശുവാണ് നമ്മുടെ സങ്കേത നഗരം. സോദര, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ സങ്കേതത്തിൽ കയറി പറ്റിയിട്ടില്ല എങ്കിൽ, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഇതൊരു സുവിശേഷ യോഗം കൂടിയാണല്ലോ. യേശുവിനെ കുറിച്ച് പറയണം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സ്തോത്രം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇതുവരെയും ഈ സങ്കേത നഗരത്തിൽ കയറി പറ്റിയിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ദിവസമാണ്. ഇന്ന് രാത്രി നിന്റെ ദിവസമാ. ദിസ് ഇസ് യുവർ ഡേ. ഈ ഓപ്പർച്യൂണിറ്റി നീ നഷ്ടപ്പെടുത്തരുത്. സ്വത്രം. സങ്കേത നഗരം. അപ്പൊ സങ്കേത നഗരം ഉള്ള സ്ഥലമാണ് ഗിലെയാദ്. ഗിലെയാദ്. കൃപയാൽ അതിനകത്തു കയറി സങ്കേത നഗരത്തിൽ പ്രവേശിച്ച് ആമി രക്തപ്രതികാരകനിൽ നിന്ന്, അതായത് സാത്താന്യ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സോദരം, 1 സങ്കേത നഗരം ഉള്ള ഇടമാണ് ഗിലെയാദ്. 2 ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ട് നദി കടന്നു ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട്, ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞുവിടാം. യാക്കോബ് 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ ചെലവഴിച്ചവൻ. അവൻ അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഭാര്യമാര്, ദാസിമാര്, മക്കള്, ആടുമാടുകൾ, തനിക്കുള്ള സമ്പത്തും എല്ലാമായിട്ട് ലാബാന്റെ വീട് വിട്ടിറങ്ങി. അവൻ പ്രയാണം ചെയ്ത് 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗിലെയാദ് മലഞ്ചരിവിലെത്തി. ഗിലെയാദ് മലഞ്ചരിവിൽ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വിടുക. അവൻ അവിടെ പാളയമടിച്ച് കിടക്കുക. സൂര്യൻ അസ്തമിച്ചു. ഇവൻ പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാ ലാബാൻ അറിവ് കിട്ടി, എടാ നിന്റെ മരുമോൻ എല്ലാം കൊണ്ട് പോയെന്ന്. ലാബാൻ വിട്ടില്ല. ലാബാൻ എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് യാക്കോബിന്റെ പുറകെ വെച്ച് പിടിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവനും ഗിലെയാദ് മലഞ്ചെരുവിലെത്തി. ശ്രദ്ധിക്കണേ, ഒരു മല ചരുവില് യാക്കോബും കൂട്ടരും കിടക്കുക. അവിടെ തീപ്പന്തങ്ങളൊക്കെ ഉണ്ട്. കാരണം ആടുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് തീപ്പന്തങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ദുഷ്ടമൃഗം തൊടാതിരിക്കാൻ. ഇങ്ങേ മലഞ്ചെരുവിൽ ലാബാനും കൂട്ടരും എത്തി. ലാബാന് സഹോദരന്മാരോട് ഇങ്ങനെ പറഞ്ഞു കാണും, നോക്കിക്കേ, എവിടെ പോകാന്? ദോണ്ട കിടക്കുന്നു. അങ്ങേ മലഞ്ചെരുവിൽ ദോണ്ട കിടക്കുന്നുണ്ടോ? യാക്കോബും കൂട്ടരാണ് കിടക്കുന്നത്. ഇവൻ നല്ലോണം അറിയാം. ആടുകളൊക്കെ ആയിട്ട് കിടക്കുക. എവിടെ പോകാനാ? നാളെ നേരം വെളുക്കുമ്പം യാക്കോബും അവനുള്ള സമ്പത്ത് മുഴുവനും നമ്മുടെ കസ്റ്റഡിയിൽ ആകും എന്നുള്ള പ്രതീക്ഷയോടെ ലാബാൻ കൂടാരത്തിനകത്തേക്ക് ഉറങ്ങാൻ കയറി. എന്നാൽ സംഭവിച്ചത് കേൾക്കണമോ? അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ലാബാന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി. ദൈവത്തിൻ്റെ പൈതലിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, യാക്കോബ് പോലും അതറിഞ്ഞില്ല. നിന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിച്ച എത്ര സംഭവങ്ങൾ. സ്തോത്രം. നാം അറിയാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിച്ച സംഭവങ്ങളില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലാബാന്റെ കൂടാരത്തിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങിച്ചെന്നുവെച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ലാബാനെ,
എൻ്റെ ദാസനായ യാക്കോബിൻ്റെ നേർക്ക് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ നീ സൂക്ഷിച്ചോണം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് അതിൽ നിന്നോട് പറയട്ടെ. നിനക്കെതിരെ കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾക്ക് നേരെ തർജനം ചെയ്തുകൊണ്ട് നിനക്കെതിരെ കരം നീട്ടരുതെന്ന്, നിനക്കെതിരെ പേപ്പർ ഫയലുകൾ മുമ്പോട്ട് കൊണ്ടുപോകരുതെന്ന്, നിനക്കെതിരെ മാനേജിംഗ് ഡയറക്ടറോട് അസൂയയോടെ പറയരുതെന്ന് ഒക്കെ ജീവിതങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ദൈവമാ എൻ്റെ ദൈവം. പോരാ, നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി ആരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്? നിനക്കെതിരെ നിന്റെ ഓഫീസിൽ കരുക്കളെ നീക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നേരെ നമ്മുടെ ദൈവം തമ്പുരാൻ പ്രതികരിക്കുന്നവനാ. സോദരൻ, ലാബാന് പ്രത്യക്ഷപ്പെട്ട പറഞ്ഞു, യാക്കോബിന് നൽകി ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചോണം. ആരാ വന്ന് പറഞ്ഞ്? ദൈവം തമ്പുരാനാ. ലാബാൻ അതിൽ നിന്നും വ്യതിചലിക്കാൻ നോക്കുമോ? പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് യാക്കോബിന്റെ കൂടാരത്തിൽ അവനെത്തി. കൂടാരവാതിൽക്ക മുട്ടി. എടാ യാക്കോബേ, എടാ മോനെ യാക്കോബേ വിളിക്കുക. യാക്കോബ് കണ്ണു തുറന്ന് വരുന്നതേ ഉള്ളൂ. ലാബാൻ നേരത്തെ എഴുന്നേറ്റു. കാരണം യാക്കോബിന് പതുക്കെ എഴുന്നേക്കാനൊക്കെ ഉള്ളൂ. കുഞ്ഞുങ്ങളുണ്ട്, ആടുകളുണ്ട്, ഇതിനെയൊക്കെ നോക്കി എല്ലാത്തിനെയും കൂടുകളൊക്കെ ആക്കി രാത്രി ഒരു സമയത്താണ് അസമയമായി കിടന്നുറങ്ങിയപ്പം. അപ്പം ഈ ശബ്ദം കേട്ട യാക്കോബ് കണ്ണ് തിരുമ്പി ഇങ്ങനെ എഴുന്നേറ്റു. അപ്പം ശബ്ദം, എടാ മോനെ യാക്കോബേ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ യാക്കോബിൻ്റെ മുട്ടടിക്കാൻ തുടങ്ങി, മുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. കാരണം യാക്കോബിന് നല്ലവണ്ണം അറിയാം ഇത് ലാബാൻ്റെ ശബ്ദമാണ്. ലാബാൻ എന്തിനാ വന്നിരിക്കുന്നതെന്നും യാക്കോബിന് നല്ലവണ്ണം അറിയാം. കാരണം ഇവൻ നല്ല കാര്യത്തിനല്ല ലാബാൻ വന്നിരിക്കുന്നത്. യാക്കോബിന് ലഭിക്കേണ്ട പ്രതിഫലം 10 പ്രാവശ്യം തടുത്തു വെച്ചവനാര്? ഈ ലാബാൻ. അത് യാക്കോബിന് നല്ലവണ്ണം അറിയാം. എന്ത് ചെയ്യാനൊക്കെ കഥ ഉറക്കാതിരിക്കാനൊക്കെ യാക്കോബ് എല്ലാ കൂടാരത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ യാക്കോബിനെ ലാബാൻ കേട്ടോണേ കെട്ടിപ്പിടിച്ചു 2 ഉമ്മ. ഈ നമ്മളൊക്കെ 2 ഉമ്മയാണ് കൊടുക്കുന്നത് അല്ലെ? കെട്ടിപ്പിടിച്ച് ഇവിടെ ഒരു ഉമ്മ, ഇവിടെ. ഈ സൗദി ചെന്നാൽ 3 ഉമ്മയാണ്. സൗദി പോയിട്ടുള്ളവർ ഇവിടെ ഉണ്ട് പലരും. സൗദി ചെന്നാൽ 3 ഉമ്മയല്ലേ? അതുകൊണ്ട് 3 ഉമ്മ വേണ്ടിയവർ സൗദി പോയാൽ മതി കേട്ടോ. നമ്മളൊക്കെ 2 ഉമ്മയാണ്. ഗൾഫിൽ ഞാൻ കഴിഞ്ഞ മാസം 1.5 മാസത്തോളം ഗൾഫിലായിരുന്നു. യു എ കർത്താവദാസൻ പാസ്റ്റർ സൈമൺ, സാമ്പൽ സൈമൺ അവർകളുണ്ട്. 2 ഉമ്മയാണ്. എനിക്കറിയത്തില്ലേ 3 ഉമ്മ എന്തിനാന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ ഭാവന ചിലപ്പോൾ ഒന്ന് പിതാവിൻ്റെ നാമത്തിൽ, ഒന്ന് പുത്രൻ്റെ നാമത്തിൽ, ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലായിരിക്കും. പോട്ടെ, ഇവിടെ ലാബാൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബനം. ശ്രദ്ധിക്കണേ, യാക്കോബ് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുക, അന്തം വിട്ട് നിൽക്കുക. കാരണം ഇന്നേ വരെ 20 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നേ വരെ എന്നെ ചുംബിച്ചിട്ടില്ല ഇവൻ. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 20 വർഷത്തിന് മുമ്പ് ഇറങ്ങി വന്ന് ഈ റാഗിനെ ലാബാൻ്റെ ആടുകളുമായി ലാബാൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നപ്പം ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന. അന്ന് ഉമ്മ തന്നതിനാണെന്നറിയാം, ഇവൻ്റെ പെമ്മക്കളെ കെട്ടിച്ച് വിടാൻ വേണ്ടിയാ, കാര്യം സാധിക്കാൻ വേണ്ടി. പിന്നെ 20 വർഷം ഇന്നേ വരെ ഉമ്മ വെച്ചിട്ടില്ല. ഇപ്പം ഇവൻ എന്തോ ചെയ്യുക? കെട്ടിപ്പിടിച്ച് ചുംബനം. എൻ്റെ ഭാവനയാണ്. യാക്കോബ് ലാബാനോട് ചോദിച്ചു കാണും, പപ്പ എന്നായിരിക്കും വിളിച്ചത്, എനിക്കറിയത്തില്ല. പപ്പ എന്നാ പറ്റി? പപ്പായ്ക്കൊരു വ്യത്യാസം, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു വ്യത്യാസം. പപ്പായ്ക്ക് എന്നാ പറ്റി? ഉടനെ ലാബാൻ പപ്പ മറുപടി പറഞ്ഞത്, എൻ്റെ പൊന്നും മോനെ, വ്യത്യാസം എനിക്ക് പറ്റിയത് ഇത്രയേ ഉള്ളൂ. ഇന്നലെ രാത്രി നിന്റെ ദൈവം നിന്റെ ദൈവം എൻ്റെ കൂടാരത്തിൽ എൻ്റെ അടുക്കൽ വന്നു. അവൻ എന്നോട് പറഞ്ഞു, നിനക്കെതിരെ ഒരു ദോഷവും ചെയ്യരുതെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലാബാനുമായിട്ട് യാക്കോബ് ഗിലെയാദിൽ വെച്ച് ഒരു ഉടമ്പടി എടുത്തു. ഒരു ഉടമ്പടി. അത് താഴോട്ട് നിങ്ങൾ വീടുകളിൽ പോയി വായിച്ചു നോക്കിയാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് വിടുക. അവരൊരു കല്ലെടുത്ത് തൂണായി നിർത്തി.
കല്ലെടുത്ത് 45-ാം വാക്യമാണ്, 45-ാം വാക്യം. കല്ലെടുത്ത് 31-45 എടുത്തവരുടെ വായിച്ചാട്ട്. 31-45. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്തു തൂണായി മതി കല്ലെടുത്ത് തൂണായി നിർത്തി. കല്ലെടുത്ത് തൂണായി നിർത്തി. എന്തിനാ ഈ തൂണ് ഇവർ രണ്ടുപേരും കൂടെ സ്ഥാപിച്ചത്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ലാബാൻ പറയുകയാണ്, മോനെ, നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ഞാൻ ഈ കല്ല് തൂൺ വരത്തുള്ളതിന് അപ്പുറത്തോട്ട് വരത്തില്ല. ഈ കല്ല് കണ്ടാൽ ഞാൻ ഉടനെ മടങ്ങിപ്പോകും. നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ഈ കല്ലിനപ്പുറത്തേക്ക് ഞാൻ വരത്തില്ല. ഏതാണ് അങ്ങനെയെങ്കിൽ ആ കല്ല് നിന്നോട് അടുക്കാതിരിക്കുന്ന, നിനക്ക് ദോഷം നിരൂപിച്ചുകൊണ്ട് നിന്റെ അടുക്കലേക്ക് വരാതെ വണ്ണം തടയുന്ന ആ കല്ല് ഏതാണ്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. യാക്കോബ് അതിനൊരു പേരിട്ടു, മിസ്പ. യാക്കോബ് ഇട്ട പേരാ മിസ്പ. അതിനർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ, കാവൽ മാടം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാവൽ മാടമാകുന്ന മിസ്പ എന്ന കൽത്തൂൺ നമ്മുടെ ജീവിതത്തിൽ നാട്ടുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ഒരൊറ്റ ശത്രുവും നിന്നോട് അടുത്തു വരത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഗിലെയാദിലുള്ള കാര്യമാണ് കാവൽ മാടം എന്നർത്ഥമുള്ള മിസ്പ. ഉപവാസവും പ്രാർത്ഥനയും നമുക്കത് അവകാശമാക്കാം. എനിക്കുള്ളതെന്ന് നമുക്കൊന്ന് പറയാം. ഉപവാസവും പ്രാർത്ഥനയും അത് നമ്മുടെ സഭയിലെ പാസ്റ്റർക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണ്. ആമേൻ, എനിക്കുള്ളതാണ് ഉപവാസവും പ്രാർത്ഥനയും. ആ കാവൽ മാടമാകുന്ന കൽത്തൂൺ നമ്മുടെ ജീവിതത്തിൽ നാട്ടുമെങ്കിൽ ശത്രു നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് അടുത്തു വരികയില്ല. കരം യത്തുരല്ലിയ പറഞ്ഞേ. യാക്കോബിൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച 5 കല്ലുകൾ തന്നെയുണ്ട്. അതിലൊന്നായത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആമേൻ. ഗിലെയാദിലെ ആ മറ്റൊരു പ്രത്യേകതയാണ് 37-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപശിയും സന്നിധായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിയ കച്ചവടക്കാർ. ശ്രദ്ധിക്കണേ, എവിടുന്നാ ഇത് കൊണ്ടുവരുന്നത്? ഗിലെയാദിൽ നിന്ന് സുഗന്ധവർഗം. അങ്ങനെയെങ്കിൽ ഗിലെയാദിൽ എന്തോ ഉണ്ട്? സുഗന്ധ വ്യഞ്ജനമുണ്ട്, സുഗന്ധവർഗമുണ്ട്, സൗരഭ്യമുണ്ടെന്ന് നമ്മുടെ ആരാധനയിൽ സൗരഭ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. സ്വോത്രം. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി, അവൻ യാഗപീഠം പണിത് ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗം കഴിച്ചു. അവിടെ എഴുതിയിരിക്കുന്നതിനെ ഇങ്ങനെയാ: യഹോവയായ ദൈവം നോഹയുടെ യാഗത്തിൽ നിന്നും ഉയർന്ന സൗരഭ്യവാസന മണത്തപ്പോൾ. നമുക്കറിയാം, യാഗത്തിൽ നിന്ന് ഉയരുന്നത് എപ്പോഴായാലും മാംസം കത്തി പോകുന്നതിൻ്റെ ദുർഗന്ധമായിരിക്കും. പക്ഷേ വിശുദ്ധിയുള്ള യാഗത്തിൽ നിന്ന് ഉയരുന്നത് ദുർഗന്ധമല്ല, അത് സൗരഭ്യമാണ്. നിന്നിൽ നിന്ന് ഉയരുന്നത് സൗരഭ്യവാസനയാ. സ്വത്രം. അപ്പൊ ഗിലെയാദിൽ സൗരഭ്യം, ഗിലെയാദിൽ സുഗന്ധവർഗം, നല്ല വാസനയുള്ള സുഗന്ധമുള്ള വർഗം ഗിലെയാദിലുണ്ട്. നമുക്കത് അവകാശമാക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ നിനക്കൊരു സുഗന്ധമായി സൗരഭ്യമായി നിൽക്കേണ്ടതിന് ഈ ഗിലെയാദിന്റെ അനുഭവം എനിക്ക് സ്വന്തമാക്കുവാൻ ഈ രാത്രി ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വത്രം. ദുർഗന്ധമല്ല വരേണ്ടത്, സൗരഭ്യം വേണം വരാൻ. സൗരഭ്യം. സ്വത്രം. നമുക്കെടുക്കാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. ന്യായാധിപന്മാർ, ജഡ്ജസ് 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഗിദെയോൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വായിച്ചാണ്. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന്. ഗിലെയാദ് പർവ്വതത്തിൽ, ഗിലെയാദിലുള്ള പ്രത്യേകത, ഒരു ഭയവും ഇല്ല, ഭീരുത ഇല്ലാത്തവരാണ് ഗിലെയാദിലുള്ളത്.
ആണോ? ഭയവും ഭീരുത്വം ഉള്ളവരൊന്ന് കൈപൊക്കി ഒരു അല്ലെലിയ പറഞ്ഞേ. ഉണ്ട്. ഭയവും ഭീരുത്വം ഉള്ളവർ ഗിലെയാദ് പർവ്വതത്തിൽ കാണരുതെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറായി, രക്തസാക്ഷിയാകേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറെന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ കഴിയും? സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, റോമൻ ചക്രവർത്തിയായിരുന്ന ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി പീഡകൾ ക്രൈസ്തവ സമൂഹം അനുഭവിക്കാനിടയായി. അതിൽ ഒരു സംഭവം ഞാൻ പറയാം. നീറോയുടെ കാലത്ത്, ഡൊമീഷ്യൻ്റെ കാലത്ത്, ഡയക്ലീഷ്യൻ്റെ കാലത്ത് ഒക്കെ ഒത്തിരി 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 പീഡകൾ അനുഭവിക്കാനായിട്ടിടയായി. എന്നാൽ ഒരു സംഭവം, ത്രയാണ്ട കാലത്ത് നടന്ന ഒരു സംഭവം, സിംബോറാസ എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു സഹോദരി, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൾക്ക് ആ കുടുംബത്തിൽ 7 കുഞ്ഞുങ്ങൾ ജനിപ്പാനിടയായി. 7 പുത്രന്മാർ. 7 പുത്രന്മാർക്ക് ജന്മം നൽകി ആ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ സിംബോറാസായും 7 മക്കളും പുത്രന്മാരും അവരുടെ യാത്രയ്ക്കിടയിൽ, ജീവിതയാത്രയ്ക്കിടയിൽ യേശുവിനെ കണ്ടുമുട്ടി. തങ്ങൾക്ക് വേണ്ടി മരിച്ച, തങ്ങൾക്ക് വേണ്ടി യാഗമായ, തങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിനെ അവർക്ക് കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അവർ തങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്ന് ത്രയാൻ ചക്രവർത്തിയുടെ കാതുകളിലെത്തി. അദ്ദേഹം കൽപ്പനയിട്ടു ആ സിംബോറാസായ 7 മക്കളെയും അരമനയിൽ കൊണ്ടുവരാൻ. അരമനയിലെത്തിയ സിംബോറാസയോട് ചക്രവർത്തി ചോദിച്ചു, അല്ലയോ സിംബോറാസ, നീ യേശുവിനെ ആരാധിക്കുന്നതായിട്ട് അറിയുവാനിടയായി, അത് യാഥാർത്ഥ്യമാണോ? അവൾ പറഞ്ഞത്, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. ചക്രവർത്തി പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പറയണം. നമ്മുടെ സാമ്രാജ്യം പിന്തുടരുന്ന ആരാധനയെ നീ തള്ളിക്കളയല്ല. അവൾ പറഞ്ഞില്ല, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി യാഗമായ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനമെടുത്തു. അതിൽ നിന്ന് ഒട്ടും ഞാൻ പുറകോട്ട് പോകുകയില്ല. ചക്രവർത്തി ചെയ്തത്, അവളുടെ കണ്ണിൻ്റെ മുമ്പിൽ അവളുടെ മൂത്ത മകനെ കൊണ്ടുവന്ന് നിർത്തി. സേവകരോട് പറഞ്ഞു, വാളുകൊണ്ട് അവനെ ശിരച്ഛേദം ചെയ്യാൻ. വാളുകൊണ്ട് വെട്ടി അവനെ കൊന്നു. സിംബോറാസ പറഞ്ഞില്ല, ഞാൻ യേശുവിനെ തള്ളിപ്പറയില്ല. രണ്ടാമത്തെ പുത്രനെ കൊണ്ടുവന്ന് നിർത്തി. കുന്തം കൊണ്ട് അവൻ്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റി അവനെയും കൊന്നു. സിംബോറാസ പറഞ്ഞില്ല, ഞാൻ യേശുവിനെ തള്ളിപ്പറയത്തില്ല. അങ്ങനെ 6 പുത്രന്മാരെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. എന്നിട്ടും സിംബോറാസ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൾ അന്യപ്പെട്ടു പോയില്ല. ദൈവമക്കളെ, കേട്ടിരിക്കാൻ സന്തോഷമാണ് അല്ലേ? ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ എത്ര പേർ നിലനിൽക്കുമെന്നുള്ളത്. ഒടുവിൽ 7ാമത്തെ പുത്രനായ യൂജീനിയസ്, കൊച്ചു ചെറുക്കനാ യൂജീനിയസ്, അവനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി. ചക്രവർത്തി പറഞ്ഞു, സിംബോറാസ, നിന്റെ 6 മക്കളും മരിച്ചു. ഇത് 7ാമത്തെ മകൻ യൂജീനിയസ്, അവനെയും കൊല്ലാൻ പോവുക. സിംബോറാസ പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു, ഞാൻ യേശുവിന് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാർ. യൂജീനിയസിനെ കൊന്ന വിധം വ്യത്യസ്ത രീതിയിലായിരുന്നു. ഒരു കുഴി എടുത്ത് ആ കുഴിക്കകത്ത് യൂജീനിയസിനെ ഇറക്കി നിർത്തി. അവൻ്റെ കഴുത്തറ്റം ഊമിയിട്ട് നിറച്ചു. ഊമിയിട്ട് നിറച്ചു. ഇവൻ്റെ തല മാത്രമേ പുറത്തുള്ളൂ. കൈയും കാലും എല്ലാം, ഉടലെല്ലാം ഊമിക്കകത്താണ്. സിംബോറാസോട് ചോദിച്ചു, സിംബോറാസ, നീ യേശുവിനെ തള്ളി പറയാമോ? അവൾ പറഞ്ഞില്ല. രാജാവിൻ്റെ കൽപ്പന കേട്ട് സേവകർ ഊമിക്ക് അടിയിൽ തീ കൊടുത്തു. ഊമി നമുക്കറിയാം, അത് പെട്ടെന്ന് കത്തുകയില്ല. നീറിയാണത് കത്തുന്നത്. ഈ യൂജീനിയസ് ഈ കുഴിക്കകത്ത് നിൽക്കുക, ഊമിക്കകത്ത്. അവൻ്റെ കാലിലേക്ക് ചൂട് പതുക്കെ തട്ടാൻ തുടങ്ങി. അവൻ വിളിച്ചു പറഞ്ഞു, അമ്മേ,
എൻ്റെ കാല് നോവുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വേദന കൂടിക്കൂടി വന്നു. അവൻ തലയിട്ടടിച്ചു, അമ്മേ എൻ്റെ കാല് നോവുന്നു. ഇത് കേട്ടപ്പോൾ സിംബോറസൻ ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ചക്രവർത്തി തിരുമനസ്സേ, പാടില്ല, നോ, എൻ്റെ മകനെ നിങ്ങളിങ്ങനെ കൊല്ലരുത്. ചക്രവർത്തിക്ക് സന്തോഷമായി. കൽപ്പനയിട്ട് വേഗം തീ കെടുത്താൻ പറഞ്ഞു. തീ കെടുത്തി. സിംബോറസ ഇപ്പോൾ യേശുവിനെ തള്ളിപ്പറയും. അവൾ യേശുവിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. രാജാവ് കാതോർത്തു. സിംബോറസ, വേഗം പറ, യുജീനിയസിനെ ആ കുഴിയിൽ നിന്ന് രക്ഷിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. യുജീനിയസുമായിട്ട് നിനക്ക് സുഖമായി ജീവിക്കാം. വേണ്ടുന്നതെല്ലാം നിനക്ക് തരാം. സിംബോറസ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഉമിക്കകത്ത് നിൽക്കുന്ന യുജീനിയസ് അമ്മയുടെ മുഖത്ത് നോക്കിയച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മമ്മി. എൻ്റെ മൂത്ത അച്ചാച്ചന്മാർ, ജ്യേഷ്ഠന്മാർ, എൻ്റെ ബ്രദേഴ്സ് 6 പേരെ എൻ്റെ യേശു അപ്പച്ചൻ്റെ മടിയിൽ ഇരിക്കുന്നത് ഞാൻ കാണുകയാണ്. അല്പം കഴിയുമ്പോൾ ഞാനും എൻ്റെ യേശു അപ്പച്ചൻ്റെ മടിയിലേക്ക് പോകും. ഈ യുജീനിയസ് അവസാനം പറഞ്ഞത് കേൾക്കണമോ? ഞങ്ങളുടെ മമ്മിയെ ഞങ്ങൾക്ക് അവിടെ കാണണം. ഇത് കേട്ടപ്പോൾ സിംബോറാസയ്ക്ക് ധൈര്യം വന്നു. സിംബോറാസ ചക്രവർത്തിയോട് പറഞ്ഞു, രാജാവേ, ഇല്ല, ഞാൻ യേശുവിനെ തള്ളി പറയുകയില്ല. രാജാവ് കൽപ്പനയിട്ടു തീ വീണ്ടും കത്തിക്കാൻ. ഉമിക്ക് തീ കൊടുത്തു. ഉമി കത്തുന്നത് നമുക്കറിയാം. നീറി ഇവൻ്റെ കാലുകൾ വെന്ത് ഇഞ്ചിഞ്ചായിട്ട് മുകളിലേക്ക് വെന്ത തീക്കകത്ത് അവന് ഉരുകി അമർന്നു. നൊന്ത് പ്രസവിച്ച ഏതമ്മ അത് കണ്ടു നിൽക്കും? അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ സിംബോറാസ ബോധം കെട്ട് നിലത്ത് വീണു. അവളുടെ കല്ലിൽ ഒരു വലിയ കല്ല് കെട്ടി അവളെ കല്ലുമായി പൊക്കിയെടുത്ത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ കൊണ്ടിട്ട് അവളെ മുക്കിക്കൊന്നു കളഞ്ഞു എന്നാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ സംഭവം പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഇന്ന് രാത്രി നമുക്ക് തൻ്റെ അടുത്തോടെ പറയാൻ കഴിയുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അന്യപ്പെട്ടു പോകയില്ല. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ യേശുവിന് വേണ്ടി എന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? സ്വത്രം ദൈവം കൃപ തന്നെങ്കിലേ നമുക്ക് നിൽക്കാനായി തോക്കത്തുള്ളൂ. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. സ്വത്രം. അപ്പൊ ഭയവും ഭീരുതയും ഉള്ളവർ ഗിലെയാദിൽ കാണരുത്. ആർക്കെങ്കിലും ഭയമുണ്ടോ, പേടിയുണ്ടോ? അനുഭവങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളൊക്കെ ദൈവസേനയെ പ്രാർത്ഥിക്കുന്നവരെ എന്തിനാ? കർത്താവേ, ആദിമ നൂറ്റാണ്ടിലെ ഉണർവ് ഈ നൂറ്റാണ്ടിൽ പിന്മഴയുടെ കാലമായത് ഒരു വലിയ ആത്മമാരി നീ പെയ്യിപ്പിക്കണേ എന്ന് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ കൈയോർത്തവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അയ്യോ, കൂടുതലും പ്രാർത്ഥിക്കാത്തവരാണോ? സ്വതന്ത്രം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ഓർത്തോണം. 1-ാം നൂറ്റാണ്ടിൽ മുൻമഴയുടെ കാലത്ത് പീഡകൾ വന്നു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ചിലരെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു. ആമേൻ. ചിലരെ തലകീഴായി ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിൽ ഉണർവിൻ്റെ കാലഘട്ടത്തിൽ രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായെങ്കിൽ, പീഡയുണ്ടായെങ്കിൽ, ഈ പിന്മഴയുടെ കാലത്ത് പീഡ ഒട്ടും കുറവ് അല്ല. എത്ര പേർ അത് പ്രതീക്ഷിക്കുന്നു? അതിന് നല്ല സ്വതന്ത്രം വരത്തില്ലെന്ന് എനിക്കറിയാം. സ്വതന്ത്രം ഉണർവുണ്ടാവും, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, ഭൂതങ്ങൾ വിട്ടുപോകുക എന്നൊക്കെ പറയാമെങ്കിൽ നല്ല സ്വതന്ത്രം വരും. പിന്മഴയുടെ കാലത്ത് പീഡയുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പൊ ഗിലെയാദ് പർവ്വതത്തിലെ പ്രത്യേകത, ഭയവും ഭീരുത്വമുള്ളവരാരും ഗിലെയാദ് പർവ്വതത്തിലില്ല.
എല്ലാവരും നല്ല ഉറപ്പുള്ളവരാണ്, നല്ല തൻ്റെ ഇടമാണ് അല്ലേ? നമുക്കൊക്കെ എന്ത് ധൈര്യമാണ് അല്ലേ? ആരെങ്കിലും എത്ര പ്രതികൂലം സഹിച്ചവരാ നമ്മളൊക്കെ അല്ലേ? അടിയേറ്റവരാ, തുപ്പലേറ്റവരാ, നിന്ന സഹിച്ചവരാ ഒക്കെ അല്ലേ? ട്രാക്റ്റുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ട്രാക്റ്റ് വലിച്ച് പിച്ച് ചീന്തി നമ്മുടെ മുഖത്തേക്ക് ചുരുട്ടി എറിഞ്ഞ അനുഭവങ്ങളില്ലേ? സ്വോത്രം സ്വോത്രം. ഉപദ്രവങ്ങൾ നേരിട്ടിട്ടില്ലേ? അടിച്ചിട്ടില്ലേ? ഓടിച്ചിട്ടില്ലേ നമ്മെ? സ്വോത്രം. അന്നൊന്നും പതറാതെ നിന്നത് ഗിലെയാദിലെ ഈ ധൈര്യമാണ്. എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർ ഭയമില്ലാത്തവരായി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും? സ്വോത്ര. ഞാൻ മടങ്ങി വരട്ടെ. ഗിലെയാദിൽ ഭയവും ഭീരുത്വവും ഇല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നമ്മൾ അവകാശമാക്കേണ്ടത് 11:11. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി. ജനമോ അവനെ ആരാക്കി? തലവനും സേനാപതിയും ആക്കി. സ്തോത്രം. ആരെയാ? ഇഫ്താഹിനെ. എവിടെ? ഗിലെയാദില്. ഇവൻ ആരാ? ന്യായാധിപനായ ഇഫ്താഹ്. അങ്ങനെയെങ്കിൽ ഗിലെയാദിലുള്ള മറ്റൊരു സവിശേഷത, അവിടെ ന്യായപാലനം നടത്തുന്ന ന്യായാധിപന്മാരുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, നിന്നെ ന്യായാധിപനായി ദൈവം കണ്ടിരിക്കുക, ശുശ്രൂഷയ്ക്കായി ദൈവം കണ്ടിരിക്കുക. ന്യായാധിപന്മാർ ഉള്ള ഇടമാണ് ഗിലെയാദ്. നമുക്കത് അവകാശമാക്കാം. കർത്താവേ, എന്നെ നീ ഒരു ന്യായാധിപനാക്കണമേ, ന്യായാധിപനാക്കി മാറ്റണമേ. ഇഫ്താഹ് ന്യായാധിപൻ. ഞാൻ വേഗം മുമ്പോട്ട്, സമയം ഇല്ലല്ലോ, വേഗം മുമ്പോട്ട് പോട്ടെ. ശമൂവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. 2 ശമൂവേൽ. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോദേബാറിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗെലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി. ആരാ? ഗിലെയാദ്യനായ ബർസില്ലായി. എന്താണ് അടുത്ത വാക്യം? ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്. മതി. ഗിലെയാദിൽ എന്തോ ഉണ്ട്. നിനക്ക് വേണ്ടുന്നതെല്ലാം ഗിലെയാദിലുണ്ട് കേട്ടോ. അവൻ നിന്നെ വിളിച്ചിറക്കി വെച്ച് പട്ടിണിക്കിടുന്ന ദൈവമല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ നിന്നെ പട്ടിണിക്കിടുന്ന ദൈവമല്ല. ഗിലെയാദിൽ നിന്റെ ആവശ്യം, നിന്റെ ഭൗമിക ആവശ്യം, നിന്റെ അപ്പത്തിന് കൊച്ചിന് മുട്ടുവരുത്താതെ ദൈവം നിന്നെ കരുതുന്ന ദൈവമാകിയാൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഗിലെയാദിൽ സമൃദ്ധിയുണ്ട്. സ്തോത്രം. പ്രോസ്പെരിറ്റി തിയോളജി അല്ല ഞാൻ പറയുന്നത് കേട്ടോ, പ്രോസ്പെരിറ്റി തിയോളജി അല്ല. പക്ഷേ ദൈവത്തെ സ്നേഹിച്ചാൽ സമൃദ്ധി ദൈവം തരും, സമ്പത്ത് തരും. ഇല്ലാന്നൊന്നും പറയാനൊക്കെ തരും. എന്നാൽ കിട്ടാത്തതും ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അതിൽ കിട്ടുന്നതിൽ നമ്മൾ നിഗളിക്കരുത്. കർത്താവിനെ സ്നേഹിച്ചിറങ്ങി തിരിച്ചിട്ട് എത്രയോ പേർ ഒരു സൈക്കിൾ പോലും ഇല്ലാതെ നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരില്ലേ? ഉണ്ടോ? സ്തോത്രം. നിനക്ക് സൈക്കിളിന് പകരം ബൈക്ക് തന്നാൽ, കാർ തന്നാൽ നീ അതിൽ നിഗളിക്കരുത്. സ്തോത്രം. എന്നാൽ ഗിലെയാദിൽ എന്തോ ഉണ്ട്? സമൃദ്ധിയുണ്ട്. അവിടെ അപ്പമുണ്ട് കേട്ടോ. നിന്റെ കൊച്ചിന് മുട്ടുവരുത്തുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. ഈ ഗിലെയാദ് നമുക്ക് അവകാശമാക്കാമോ? നിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന ദൈവമാ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാൻ ഈ ഗിലെയാദിൽ സമൃദ്ധിയുണ്ട്. സ്തോത്രം. നമുക്കത് അവകാശമാക്കാം. ഗിലെയാദിൽ ഉള്ള മറ്റൊരു പ്രത്യേകത, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ്. എവിടുത്തുകാരൻ അവൻ? ഗിലെയാദുകാരൻ. ഏലിയാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ ആരാ? ഒരു പ്രവാചകൻ. അങ്ങനെയെങ്കിൽ ഗിലെയാദിൽ എന്തോ ഉണ്ട്?
പ്രവാചക ശബ്ദമുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പ്രവചനം ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഉണ്ടോ? സൈമൺ പാസ്റ്ററോട് ചോദിച്ചു നോക്ക്. നമ്മുടെ PMG സഭയിൽ എത്ര പേര് പ്രവചനാത്മാവിൽ നിറഞ്ഞെന്നുള്ളത് കഴിഞ്ഞ ദിവസം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗിലെയാദിൽ പ്രവാചകന്മാർ ഉണ്ട്. ഏലിയാവ് ഒരു പ്രവാചകനായിരുന്നു ഗിലെയാദിൽ. ഇന്ന് രാത്രി എത്ര പേർ അത് അവകാശമാക്കും? കർത്താവേ, എന്നെ ഒരു പ്രവാചകനായി, പ്രവാചകിയാക്കി നീ എന്നെ തീർക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? പ്രവചന ശബ്ദങ്ങൾ നമുക്ക് ആവശ്യമാണ്. വചനം തന്നെ പ്രവചനമായില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അല്ലാതെ ആത്മാവിലുള്ള പ്രവചനങ്ങളുണ്ട്. സ്വതന്ത്രം, സ്വതന്ത്രം. പൗലോസ് അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറെ ശിഷ്യന്മാരെ കണ്ടു. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞില്ല. അവരെ സ്നാനപ്പെടുത്തിയ ശേഷം പൗലോസ് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയും പിന്നെന്തോടെ ചെയ്തെന്നാ? പ്രവചിക്കുകയും ചെയ്തെന്ന്. അപ്പോൾ പ്രവചനമുണ്ടോ? പൗലോസിന്റെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആമേൻ, വരങ്ങളെ, ആത്മവരങ്ങളെ വാഞ്ചിപ്പീൻ, വിശേഷാൽ. ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കും? എത്ര പേർ ഏറ്റെടുക്കും? നിന്നെ ഒരു പ്രവാചകനായി ദൈവം കണ്ടിരിക്കുക, നിന്നെ ഒരു പ്രവാചകിയായി ദൈവം കണ്ടിരിക്കുക. കർത്താവെ, ഗിലെയാദിലെ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഏലിയാവിനെ പോലെ ഒരു പ്രവാചകിയാക്കി, ഒരു പ്രവാചകനാക്കി പ്രവചന ശബ്ദം എന്റെ നാവിൽ കൂടി തരണമേ എന്ന് എത്ര പേര്? പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു പ്രവാചകനാക്കി, പ്രവാചകിയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അവകാശമാക്കണം. ഗിലെയാദ് എനിക്കുള്ളത്, ഗിലെയാദ് എനിക്കുള്ളത്. നമ്മളത് അവകാശമാക്കണം. വേണ്ടാന്ന് വെച്ചാലില്ല. പ്രവചനം നമ്മൾ അവകാശമാക്കി എടുക്കണം. ഇന്ന് രാത്രി ദൈവം നിന്നെ അതിനെ നിറയ്ക്കാൻ പോവുക കേട്ടോ. ഗിലെയാദിലെ ഈ അനുഭവങ്ങൾ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ താല്പര്യത്തോടെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ ഗിലെയാദിൻ്റെ അനുഭവങ്ങളെ എനിക്ക് വേണം. ഗിലെയാദ് എനിക്കുള്ളതാ സോദരാ. അത് പാസ്റ്റർക്കുള്ളതല്ല, അത് സെൻട്രൽ പാസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് എനിക്കുമുള്ളതാ. ഗിലെയാദ് എനിക്കുള്ളത്. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അത് അവകാശമാക്കുവാൻ തയ്യാറാകും? ഗിലെയാദ് എനിക്ക് വേണം. സോദരാ, എടുക്കാം ദിനവൃത്താന്തം 1-ാം പുസ്തകം 26-ാം അധ്യായം, അതിന് 31-ാമത്തെ വാക്യം. ഹെബ്രോന്യരിൽ കുലംകുലമായും കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് എരിയാവ് തലവനായിരുന്നു. ദാവീദിന്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലെയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു. കണ്ടോ? ഗിലെയാദിൽ ആരെ കണ്ടെന്ന? പ്രാപ്തന്മാരെ കണ്ടെന്ന്. പ്രാപ്തന്മാർ എന്തോ പ്രാപ്തന്മാരാ? അതിന്റെ 26-ന്റെ 8-ാം വാക്യത്തിലുണ്ടെന്ന് വായിച്ചേ. ഇവരെല്ലാവരും ഓബേദ്ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരങ്ങളും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഏതിനാ പ്രാപ്തന്മാർ ഗിലെയാദിലുള്ളത്? ശുശ്രൂഷയ്ക്ക്. ആര്? ഓബേദ്ഏദോമിന്റെ മക്കൾ, ആൺമക്കൾ. ഓബേദ്ഏദോം ആരാ? ഓബേദ് എന്ന പേരിന്റെ അർത്ഥം വർഷിപ്പർ എന്നാണ്. സർവന്റ് വർഷിപ്പർ, അതായത് ആരാധിക്കുന്നവൻ. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്നവന്റെ തലമുറ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുക. ആരാധിക്കുന്നവന്റെ തലമുറ ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തരായി മാറ്റപ്പെടാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർ ഈ ഗിലെയാദിന്റെ പ്രാപ്തി എനിക്ക് വേണം, എൻ്റെ തലമുറയ്ക്ക് വേണം എന്ന് ആഗ്രഹിക്കും? സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്നൊരു ആരാധന വെളിപ്പെടണം. ആരാധിച്ചാൽ തലമുറ ശുശ്രൂഷയ്ക്ക് ആരാകുന്ന അതിപ്രാപ്തരെന്ന്. വെറും പ്രാപ്തരല്ല, അതിപ്രാപ്തരെന്ന്. എത്ര പേർ ആത്മാവിൽ തലമുറയെ മുൻപിൽ കണ്ടുകൊണ്ട്
ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ശക്തിയായി ഇടപെടാൻ പറയുകയാണ്. തലമുറയെ നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അവർ എഴുന്നേറ്റിരുന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതും ആത്മാവിൽ പ്രവചിക്കുന്നതും ആത്മാവിൽ കാണുന്ന മാതാപിതാക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാ. വ്യാപരിക്കട്ടെ ആ വിടുതൽ ഇവിടെ വ്യാപരിക്കട്ടെ. PMG പ്രസ്ഥാനത്തില് തലമുറയില് അത് വ്യാപരിക്കട്ടെ. സമാന ഹത്തുനിയ ജീസസ് ജീസസ് തലമുറയിൽ അത് വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നവന്റെ തലമുറ നശിച്ചു പോകത്തില്ല. അവർ ശുശ്രൂഷയ്ക്ക് ആദിപ്രാപ്തന്മാർ. സോദര, കരങ്ങൾ ഉയർത്തിയൊരല്ലേ പറയാം. ഗിലെയാദിൽ അതിപ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാർ. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ദൈവം തന്ന തലമുറ പാടാൻ, ശുശ്രൂഷയ്ക്ക്, പാടുന്ന ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തരായി, ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്നതിൽ അതിപ്രാപ്തരായി, ദൈവവചനം ശുശ്രൂഷിക്കുന്നതിൽ അതിപ്രാപ്തരായി, ആ തലയിൽ സ്കാർഫ് ഇട്ടുകൊണ്ട് പ്രവചിക്കുന്നതിൽ അതിപ്രാപ്തരായി, പ്രാർത്ഥിക്കുന്നതിൽ അതിപ്രാപ്തരായി. ഇന്ന് രാത്രി നമ്മുടെ തലമുറ തീരേണ്ടതിന് PMG പ്രസ്ഥാനത്തിന്റെ തലമുറ ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തരായി മാറ്റപ്പെടാൻ അടുത്ത ഒരു തലമുറ നമ്മുടെ കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തരായി എഴുന്നേൽക്കട്ടെ. ജീസസ്. സോദര, 6-ാം അധ്യായം 80-ാമത്തെ വാക്യം. 6-ാം അധ്യായം 80-ാമത്തെ വാക്യം. ഗാദ് ഗോത്രത്തിൽ ഗിലെയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനയും ഗിലെയാദിൽ എന്തുകൊണ്ട്? രാമോത്തും. ആ പുൽപ്പുറങ്ങൾ. ഗിലെയാദിൽ എന്തുകൊണ്ട്? പുൽപ്പുറങ്ങളുണ്ട്. വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന പുൽപ്പുറങ്ങൾ, ഇഷ്ടം പോലെ തീറ്റ കൊടുക്കാൻ ഉണ്ടായിരിക്കണം. ഗിലെയാദിൽ ഉണ്ടത്. പുൽപ്പുറമുണ്ട്. പുൽപ്പുറമുണ്ടെങ്കിൽ ഓർത്തോണം, പുൽപ്പുറമുണ്ടെങ്കിൽ 5-ാം അധ്യായം എടുത്തേ. ആമേൻ. 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം എന്ന് വായിച്ച. 9-ാം വാക്യം. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നത് കൊണ്ട്. പുൽപ്പുറമുണ്ടോ കന്നുകാലികൾ പെരുകും. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ കന്നുകാലികൾ പെരുകുവാൻ തക്കവണ്ണം, ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറയുവാൻ തക്കവണ്ണം നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ആത്മാക്കളുടെ വർധനവ് ഉണ്ടാകുവാൻ സ്വോത്രം. ഗിലെയാദിലെ ആ പുൽമേടുകൾ ആമേൻ നമുക്ക് അവകാശമാക്കാം. അത് എനിക്കുള്ളത്. ഉത്തമഗീതം 4-ാം അധ്യായം 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. ഉത്തമഗീതം 4-ാം അധ്യായം 1-ാം വാക്യം. എന്റെ പ്രിയേ, നീ സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിൻ നടുവേ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു. അടുത്തത്. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. ഓ, നിന്റെ തലമുടി എങ്ങനത്തതാ? പ്രിയൻ പറയാ, നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ട്. അപ്പൊ ഗിലെയാദ് മലഞ്ചെരുവിൽ എന്തോ ഉണ്ട്? ആടുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്, മൃഗസമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന്, ആത്മാക്കൾക്ക് ഒട്ടും കുറവില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കകത്ത്, നീ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ ഗിലെയാദിന്റെ അനുഭവം ഇന്ന് രാത്രി നമുക്ക് അവകാശമാക്കാം. വരൾച്ച മാറട്ടെ, ആത്മാക്കളുടെ ശൂന്യതകൾ മാറട്ടെ. സ്വത്രം 2017 ദൈവം
നമുക്ക് തരുന്നെങ്കിൽ ആത്മാക്കളെ കൊണ്ട് നാം നിൽക്കുന്ന സഭകൾ നിറയുവാൻ ഉഷാറാമാന വിശ്വാസത്തോടെ നമുക്കത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാ സമൂഹത്തിനകത്ത് ആത്മാക്കളുടെ വർധനവ് നീ നൽകണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർ പ്രാർത്ഥിക്കും? സോദര, പുൽമേടുണ്ട് ഗിലെയാദിൽ. അടുത്ത നാം ചിന്തിച്ചു ആട്ടിൻ കൂട്ടം, നാൽക്കാലികൾ ഇഷ്ടം പോലെയാ. സ്തോത്രം. ഇനി അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. ഗിലെയാദ് എനിക്കുള്ളത്, ഗിലെയാദ് എനിക്കുള്ളത്. യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? മതി. അപ്പൊ ഗിലെയാദിൽ എന്തോ ഉണ്ട്? രോഗശാന്തി ഉണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഗിലെയാദിൽ രോഗശാന്തിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നീ ഒരു രോഗിയായി മുൻപോട്ട് പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് സൗഖ്യം തരാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. ഈ ഗിലെയാദിൽ രോഗശാന്തിയുണ്ട്, അവിടെ വൈദ്യനുണ്ട്. സോദരം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 46-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടെ വായിച്ചേ. 46-ന്റെ 11. മിസ്രയീം പുത്രിയായ കന്യകേ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. ഗിലെയാദിൽ ചെന്ന് എന്ത് വാങ്ങാനാ? തൈലം വാങ്ങുക. അടുത്ത, നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. കണ്ടോ, വളരെ എന്തോ പ്രയോഗിക്കുന്നു. കണ്ടോ, സ്വോത്രം ഇല്ലല്ലോ. മരുന്ന് കഴിക്കുന്നതിനോട് ഞാൻ എതിര് പറയല്ല, ഡോക്ടറെ കാണുന്നതിനോട് എതിര് പറയല്ല. ഇതിനകത്ത് പല ഡോക്ടർമാർ ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഹോമിയോ ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടറുണ്ട്, അലോപ്പതി ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അനേക സ്റ്റാഫുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഗിലെയാദിൽ എന്തോ ഉണ്ട്? രോഗശമനം ഉണ്ട്. നീ വെറുതെ മരുന്ന് കഴിക്കുന്നത് വ്യർത്ഥമാണ്. മരുന്ന് കഴിക്കുന്നത് ഞാൻ എതിര് പറയല്ല, ദൈവത്തിൽ ആശ്രയിക്കൂ. ഷമനഹത്തുനാദകസിയ. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന രോഗം എന്തു തന്നെയാകട്ടെ, എൻ്റെ കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ മതിയായവനാ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന രോഗം ഏത് രോഗമായാലും എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാ. സ്വോത്ര. ഏത് രോഗത്തെ നിൽക്കണേ ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. അത് ഡയബറ്റിക് ആയാലും, പ്രഷറായാലും, ഹാർട്ട് അറ്റാക്ക് ആയാലും, ബ്രെയിൻ ട്യൂമർ ആയാലും, സ്വോത്രം കിഡ്നി പ്രോബ്ലം ആയാലും, ആമേൻ, മെനഞ്ചറ്റിസ് എന്ന രോഗമായാലും, ലിവറിൻ്റെ കംപ്ലൈൻ്റ് ആയാലും, നിനക്ക് ദൈവം ആയുസ് തരാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ? സ്വോത്രം. ഇന്ന് രാത്രി നിനക്ക് ഗിലെയാദിൽ നിന്ന് വിടുതല. ഗിലെയാദിൽ രോഗസൗഖ്യമുണ്ട്. അവിടെ ഇന്ന് രാത്രി നിങ്ങൾ രോഗിയായി മടങ്ങിപ്പോകരുത്. പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഗിലെയാദാണ് നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ വേണം സ്വന്തമാക്കാൻ, നാം ഓരോരുത്തരും വേണം സ്വന്തമാക്കാൻ. ഗിലെയാദ് എനിക്കുള്ളത്. എത്ര പേർ പറയും സ്തോത്രം? എൻ്റെ ഇടത്തിരിക്കുന്ന ആൾക്കോ വലത്തിരിക്കുന്ന ആൾക്കോ അല്ല, അത് എനിക്കുള്ളതാ. സൗഖ്യം എനിക്കുള്ളതാ. ആമേൻ. ശുശ്രൂഷ എനിക്കുള്ളതാ. സ്തോത്രം. നമുക്കത് പ്രാപിക്കാം. ഞാൻ പറയാം, നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. സ്തോത്രം. ആമേൻ. ഒന്ന് രണ്ട് കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 7-14. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. പുരാതന കാലത്ത് എന്ന പോലെ അവർ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. മതി. പുരാതന കാലത്ത്, ആദ്യകാലത്ത്, ഓൾഡ് ടൈംസ്, ആദ്യകാലത്തെന്ന പോലെ മേയാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്?
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ വരെ പ്രാപിച്ചതല്ല, ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ചതല്ല. ഇന്ന് രാത്രി ഒരു പുതിയ കൃപ, ഒരു പുതിയ ശക്തി, ഒരു പുതിയ അനുഭവം കർത്താവേ നീ എനിക്ക് അവകാശമാക്കി തരണമേ എന്ന് എത്ര പേർ ദൈവത്തോട് യാചിക്കും? സ്തോത്രം. ഗിലെയാദ് എനിക്കുള്ളത് ആദിമകാലത്തെ, ആമേൻ, പുരാതന കാലത്തെ അനുഭവം ദൈവം മടക്കിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം വായിക്കാം. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. സെഖരിയ പ്രവചനം 10:10. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും, അശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും, ഗിലെയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും. ഗിലെയാദ് ദേശത്തിലേക്ക് ഞാൻ അവരെ എന്ത് ചെയ്യും? കൊണ്ടുവരും. എവിടെല്ലാം ചിതറിപ്പോയോ, വിശ്വാസത്തിൽ നിന്ന് എവിടെല്ലാം പതറിപ്പോയോ, ക്ഷീണിച്ചു പോയോ, ആമി തളർന്നു പോയോ, അവിടെ നിന്നെല്ലാം ഇന്ന് രാത്രി ഗിലെയാദിലേക്ക് എൻ്റെ ദൈവം തമ്പുരാൻ പോരാ, നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മെ മടക്കി വരുത്താൻ പോകുകയാ. സ്തോത്രം. ഗിലെയാദിലേക്ക് അവൻ മടക്കി വരുത്തും. സ്തോത്രം. ആ അനുഭവം ദൈവം നമുക്ക് പകരാൻ ആഗ്രഹിക്കുക. 1000 ആണ്ട് വാഴ്ചയിൽ, സഹസ്രാബ്ദ വാഴ്ചയിൽ ആമേൻ ആശ്ചര്യമായി നടക്കുന്ന കാര്യമാണെങ്കിലും ആത്മീകമായി ഇന്ന് രാത്രി ഇവിടെ നടക്കാൻ പോകുന്ന ഒരു സംഭവം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ. യെഹെസ്കേൽ 47:1 മുതൽ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. അടുത്തത്, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട്. ഇന്ന് രാത്രി എത്ര പേർ ആ കാഴ്ച കാണുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഇന്ന് രാത്രി ഇവിടെ ഒഴുകുകയാണ്. സ്തോത്രം. ആ വെള്ളത്തിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങാൻ നാം തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ചിലത് ചെയ്തെടുക്കാൻ പോകുകയാണ്. അടുത്ത വാക്യം. ആ പുരുഷൻ കയ്യിൽ ചരടുമായി, അവന്റെ കയ്യിൽ ചരടുണ്ട്, ആ ദൂതന്റെ കയ്യിൽ. അടുത്തത്, 1000 മുഴം അളന്നു. ആരാ അളന്നത്? ദൂതന അളന്നത്. നമ്മൾ അളക്കാൻ പോകരുത്. അളവ് ദൂതനങ്ങ് വിട്ടുകൊടുത്തേക്കണം. അളവ് ദൈവത്തിന്റെ കയ്യിൽ അങ്ങ് വിട്ടുകൊടുക്കണം. ഇന്ന് രാത്രി അളന്ന് ആരാധിക്കാതെ, അളന്ന ആത്മാവിൽ നിറയാതെ പൂർണ്ണമായും ദൈവം അളക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ചിലത് അനുഭവിക്കാൻ പോകുകയാണ്. ദൂതൻ 1000 മുഴം അളന്നു. അടുത്തത്, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി. അടുത്തത്, അവൻ പിന്നെയും 1000 മുഴം. അളവ് നിർത്തിയില്ല കേട്ടോ. ആ നരിയാണിയോളമായി കഴിഞ്ഞപ്പോൾ അളവ് നിർത്തിയില്ല. അവൻ പിന്നെയും അളക്കുകയാണ്. ദണ്ണ് കയ്യിലുള്ളവൻ, കോല് കയ്യിലുള്ളവൻ, അളവുകോൽ കയ്യിലുള്ളവൻ, അവൻ പിന്നെയും അളക്കുകയാണ്. സ്തോത്രം. 1000 മുഴം അളന്നു. വെള്ളം എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി. അടുത്തത്, അവൻ പിന്നെയും 1000 മുഴം അളന്നു. അടുത്തത്, എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി. അടുത്തത്, അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്തൊരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായി അത് മാറ്റപ്പെട്ടു. ഓ രാജാനാബാസിയാല ബൗഡ. ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഒഴുകുന്ന നദിയിൽ നീന്തിയിട്ടല്ലാതെ നിന്റെ അളവുകോൽ മാറ്റി വെച്ചിട്ട് ദൈവം തമ്പുരാന്റെ അളവിനൊത്ത് ദൈവത്തെ ആരാധിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? സ്തോത്രം. സ്തോത്രം. നിക്കണേ. സ്തോത്രം. ഇന്ന് രാത്രി ആ നദി ഇവിടെ ഒഴുകാൻ പോവുകയാ കേട്ടോ. ആ നദി ഇവിടെ ഒഴുകാൻ പോവുകയാ.
അത് ചിലരെയൊക്കെ നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റിമറിക്കാൻ പോവുകയാ. എത്ര പേർ അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഒന്ന് രണ്ട് വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഉൽപ്പത്തി പുസ്തകം 10:19 വാക്യം ഒന്ന് വായിച്ചേ. ഇതിൻ്റെ തന്നെ ആ നദിയോട് ഒടുവിൽ വായിച്ച 12ാമത്തെ വാക്യത്തിലേക്ക് വായിച്ചാൽ ഈ നദി ചെല്ലുന്ന വീഴുന്നത് അരാബയിലെ കടലിലാണ്. അരാബയിലെ കടലിൽ ചെന്ന് ഈ നദി പതിക്കും. അത് പതിച്ചാൽ സംഭവിക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്, അതിലെ വെള്ളം എന്തായിത്തീരും? പഥ്യം. അങ്ങനെയെങ്കിൽ അരാബ കടൽ ഏതാണെന്നറിയണം. അരാബ കടൽ, ചാവ് കടൽ, ഉപ്പ് കടൽ എന്നൊക്കെ പറയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ആ കടൽ ഏതാണ്? 4 സ്ഥലങ്ങൾ തീക്കിരയായി ഉണ്ടായ കടലാണ് അരാബ കടൽ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം. 10:19. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ്സ വരെയും സൊദോമും ഗൊമോറയും ആത്മയും സെബോയിമും വരെയായി ഈ 4 സ്ഥലങ്ങൾ ഇത് ചേർന്ന് ഉണ്ടായ കടലാണ് അരാബ കടൽ. അവിടേക്കാണ് തീ ഇറങ്ങിയത്, ഗന്ധകം ഇറങ്ങിയത്. സ്തോത്രം. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആദ്യം ഏദൻ തോട്ടം പോലെ ആയിരുന്നു, നീരോട്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് പാപം അവിടേക്ക് കടന്നുകൂടി. പാപം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം അതിനുമേൽ ചൊരിഞ്ഞു. സ്തോത്രം. പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ കോപം അതിൻ്റെ മേൽ ചൊരിയപ്പെടുവാനായിട്ടിടയായി. അതൊരു കടലായി, ഉപയോഗശൂന്യമായ ഒരു കടലായി മാറ്റപ്പെട്ടു. ഈ കടലിലേക്കാണ് ഈ വെള്ളം പോയി പതിച്ചത്. ഈ അരാബ കടലിലാണ് വെള്ളം പോയി പതിച്ചത്. അവിടെ വെള്ളം പതിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ വെള്ളം, ഉപയോഗശൂന്യമായ വെള്ളം, ഇപ്പോൾ എന്തായി തീർന്നു? പഥ്യമായി. നാം ദൈവത്തിന് പഥ്യമായി മാറ്റപ്പെടാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പഥ്യമായി ആ വെള്ളം. സ്തോത്രം. തന്നെയുമല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന അതിലെ ജീവിക്കുന്ന എല്ലാ പ്രാണികൾ, ചലിക്കുന്ന പ്രാണികളെല്ലാം എന്ത് ചെയ്യുമെന്ന? ജീവിക്കും. ഈ നദി വന്നു കഴിഞ്ഞാൽ ചലിക്കാൻ താല്പര്യമുള്ളതെല്ലാം എന്ത് ചെയ്യുമെന്ന? ജീവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ ജീവൻ ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് യെഹെസ്കേൽ പ്രവചനത്തിൽ 47-ാം അധ്യായത്തിൽ. ഈ നദി ചെന്ന്, അതിലെ വെള്ളം ചെന്ന് ഈ അരാബ കടലിൽ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇരുകരകളിലും അതിൻ്റെ കിഴക്കും അതിൻ്റെ പടിഞ്ഞാറ് നിന്ന് എക്ലയും മുതൽ ഏൻഗതിയും വരെ നിന്നുകൊണ്ട് ആൾക്കാർ, മീൻപിടുത്തക്കാർ വല വീശി എന്തോ പിടിക്കുമെന്ന? മീൻ പിടിക്കുന്നത്. എന്നിട്ട് അവിടെ വളരെ മത്സ്യമുണ്ടെന്ന്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ദൈവദാസന്മാരെ, നാം ശുശ്രൂഷിക്കുന്ന മേഖലയിൽ ഒരാത്മാവ് ഇല്ല എന്ന് പറയരുത്. PMG പ്രസ്ഥാനത്തിന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഈ 2017 കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ആത്മാക്കളെ കൊണ്ട് നമ്മുടെ സഭകൾ നിറയാൻ പോകുകയാണ്. കണ്ണുകളടയ്ക്കാം. ഗിലെയാദ് എനിക്കുള്ളത്. ഇന്ന് രാത്രി നമുക്കത് പറയാൻ കഴിയുമോ? ഈ ഗിലെയാദ് എനിക്കുള്ളത്, എനിക്കത് വേണം. ആ ഗിലെയാദിൻ്റെ നന്മ എനിക്ക് വേണം. അതിലെ സമ്പത്ത് എനിക്ക് വേണം. അതിലെ ശുശ്രൂഷകൾ എനിക്ക് വേണം. അതിലെ സങ്കേത നഗരത്തിൽ ഞാനിത് അഭയം ചൊല്ലുന്നു. അതിൽ പ്രാപ്തന്മാർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ അത് വേണം. എൻ്റെ തലമുറയിൽ അത് വേണം. അവിടെ രോഗശാന്തിയുണ്ട്, രോഗസൗഖ്യമുണ്ട് ഗിലെയാദിൽ. അത് ഇന്ന് രാത്രി എനിക്ക് വേണം. ഈ ആത്മപകർച്ചയിൽ നിനക്കത് നടക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലെ ആത്മപകർച്ചയിൽ നടക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിക്കുക. കലശലായ തലവേദന ഉണ്ടായിട്ട് ആ വേദന കണ്ണിലേക്ക് ഇറങ്ങി,
കണ്ണ് പൊള്ളുന്ന അവസ്ഥയിൽ ശ്രദ്ധിക്കണേ, കണ്ണുകൾ പൊള്ളുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രി വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണിത്. നിന്റെ കണ്ണിൻ്റെ കേടുപാടുകൾ മാറ്റുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. ഒരിക്കൽ ഓപ്പറേഷന് വിധേയപ്പെട്ടതാ. ശ്രദ്ധിക്കണം, ഒരിക്കൽ ഓപ്പറേഷന് വിധേയപ്പെട്ടതാ. എന്നാൽ ആ ഭാഗത്ത് തന്നെ ഏതൊരു രോഗത്തിന് മേലാണോ ഓപ്പറേഷൻ ചെയ്തത് അതേ വിഷയം തന്നെ ശത്രു പിന്നെയും കൊണ്ടിട്ട് വേദന ഉളവാക്കി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഒരു പോരാട്ടമുള്ള വ്യക്തി ഇതിൻ്റെ നടുവിലുണ്ട്. എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാ. നിന്നെ അലട്ടുന്ന രോഗത്തിൻ്റെ മേൽ ഇന്ന് രാത്രി വിടുതല. ശ്രദ്ധിക്കൂ, ആരാധിക്കാൻ പറയട്ടെ. തൈറോയിഡ് എന്ന രോഗത്താൽ തൈറോയിഡ് ഇന്ന് രാത്രി സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. അത് ഇവിടെ മാത്രമല്ല, അത് വിദൂരതയും വിദേശത്തും നിന്നെ ഭാരപ്പെടുത്തി കോള് വന്നിട്ട് മെസ്സേജ് വന്നിട്ട് നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ആ തൈറോയിഡ് എന്ന രോഗത്തെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ശാസിക്കാൻ പോവുക. സ്തോത്ര, അതിവേഗം പായുന്ന വചനം അയച്ച് അവൻ അവരെ സൗഖ്യമാക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ ശരീരത്തിൽ അൺവാണ്ടഡായിട്ട്, ശ്രദ്ധിക്കണേ, അൺവാണ്ടഡായിട്ട് ഒരു മുഴ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ തലോടുമ്പോൾ ആ മുഴ ഇങ്ങനെ തടയുന്നുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്ന ഒരു ജീവിതത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഈ രാത്രി നിനക്കുള്ള രാത്രിയാ. ഇന്നത്തെ ദിവസം നിനക്കുള്ള ദിവസമാ. സ്തോത്രം. ശമാന വൈഡമാന. ഈ തീയൊന്ന് ഇവിടെ കത്തിയാൽ, ആ തീയൊന്ന് കത്തിയാൽ മുള്ളും പറക്കാരെയും ഇന്ന് രാത്രി ദഹിച്ചു മാറാൻ പോകുകയാ. കടഭാരത്താൽ ഞെരുങ്ങുന്ന ജീവിതമേ, കടഭാരത്താൽ ഞെരുങ്ങുന്ന വ്യക്തിത്വമേ, ആമേൻ. ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലാതെ എങ്ങനെ ബാങ്കിനെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിച്ച് ലോൺ അടയ്ക്കാൻ ഭാരപ്പെട്ട് ഇരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. ചൂടാ റമാന ഹത്തുനി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിൻ്റെ തീയ് ഇന്ന് രാത്രി ഇവിടെ കത്തുകയാണ്. ആ തീക്കകത്ത് ഇത് ദഹിച്ചു മാറാൻ പോകുകയാണ്. ഏതെല്ലാം വിഷയത്തിൻ്റെ മുമ്പിൽ നീ ഭാരത്തോടെ ആയിരിക്കുന്നുവോ, സ്വത്രം, തലമുറയുടെ വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബം, ശ്രദ്ധിക്കണമേ. മക്കളില്ല, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, എന്നാൽ തലമുറയില്ല. നാളുകൾ കഴിഞ്ഞു, തലമുറയ്ക്കായി വല്ലാതെ ഞരങ്ങുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ദൈവം നിന്നെ തൊടുന്ന രാത്രിയാണ്. തലമുറയെ തരാതെ അടച്ചു വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകളെ അടിച്ച് ഒരു നിമിഷം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് അല്പസമയം ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാ. ഈ ആത്മാവിൻ്റെ നദിയിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിലേക്ക് നീ ഒന്ന് ഇറങ്ങുമെങ്കിൽ ആ തീയ ഇന്ന് രാത്രി കത്തട്ടെ. യെസ്, വിടുതൽ പ്രാപിക്ക, വിടുതൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പത്രോസ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നിനക്കുള്ളത് അവകാശമാക്കാം. യെസ് യെസ് യെസ്. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ.
The fire. The fire. Huda ramana hatuna dagasi. Hauda ramda lapta ladagasiya. ഇടതുകാലിന്റെ വേദന, ഇടതുകാലിന്റെ വേദന, ഇടതുകാലിന്റെ വേദന ഇന്ന് രാത്രി അഴിയട്ടെ. നടുവിന്റെ വേദന, നടുവിന്റെ വേദന ഇന്ന് രാത്രി മാറട്ടെ യേശുവിൻ നാമത്തിൽ. ജീസസ് ശരദാനാബാസ്. ദൈവിക വിടുതൽ ഇവിടെ വ്യാപരിക്കുകയാണ്. ദൈവിക വിടുതൽ ഇവിടെ വ്യാപരിക്കുകയാണ്. പലരും ഗിലെയാദ് അവകാശമാക്കുകയാണ്. ഗിലെയാദ് എനിക്കുള്ളതെന്ന് ഇന്ന് രാത്രി അവകാശമാക്കും. സ്തോത്രം, സ്തോത്രം. യെസ്, യെസ്. ഫയർ, ഫയർ. The fire of Holy Spirit. The fire of Holy Spirit. ആത്മാവിന്റെ തീയ, ആത്മാവിന്റെ തീയ, ആത്മാവിന്റെ തീയ ഇതാ അവിടെ കത്തുകയാണ്, കത്തുകയാണ്, കത്തുകയാണ്. Oh, wonderful Lord, precious Lord, move. Chiuda rabala baragada la bachas. Uda baraba shiala batun. Sadikyo, sadikyo, sadikyo. Sadikyo, എല്ലാവരും sadikyo. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ചില സാമ്പത്തിക വിഷയങ്ങൾ, ചില രോഗവിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. ആ വിഷയങ്ങളുള്ള പ്രിയപ്പെട്ടവർ ദയവായി കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരമുയർത്തിയ പ്രിയപ്പെട്ടവർ മാത്രം എഴുന്നേക്കണം. അവർ മാത്രം, വേറെ ആരും എഴുന്നേക്കല്ലേ. കരമുയർത്തിയവർ മാത്രം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേക്കും, അതുകൊണ്ട് പാടില്ല. കരമുയർത്തിയവർ മാത്രം എഴുന്നേറ്റാണ്. ആ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്ലീസ് കം ഫോർവേഡ്, പ്ലീസ് കം ഫോർവേഡ്. മുമ്പോട്ട് വന്നാൽ, മുമ്പോട്ട് വന്നാൽ. കം ഫോർവേഡ്, മുമ്പോട്ട് വാ, മുമ്പോട്ട് വന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കം ഫോർവേഡ്, കം ഫോർവേഡ്. ഷൂഡാറാബാലബഹത്തുനാദഗസിയ. ആ നിൽക്കുന്നവർ മാത്രമേ വരാവൂ കേട്ടോ. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. മുകളിൽ ആ കൈയോർത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിലും താഴോട്ട് വരാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവിടെ സൗഖ്യം സംഭവിക്കും കേട്ടോ. ഇന്ന് രാത്രി നിന്റെ രാത്രിയാ, ഇന്ന് രാത്രി നിന്റെ രാത്രിയാ, നിന്റെ രാത്രിയാ. മറ്റാരും വരരുത്. കൈയുയർത്തിന് മാത്രം, കൈയുയർത്തിന് മാത്രം. പ്ലീസ് കം ഫോർവേഡ്, കം ഫോർവേഡ്. മുമ്പോട്ട് വരാം. ബാക്കിയുള്ളവരെല്ലാവരും എഴുന്നേറ്റ്. ഗായക സംഘം ഒരു പാട്ട് പാടുന്ന നേരത്തെ അവരോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് ഇവരുടെ മേൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കാര്യം ഇവിടെ വെളിപ്പെടും. എനിക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ. മോശയുടെ നീട്ടപ്പെട്ട കൈക്ക് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടതാ. എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്ന് രാത്രി ഞാൻ കൈവെക്കുമ്പോൾ എൻ്റെ നീട്ടപ്പെട്ട ഈ ബലഹീന കരത്തിൻ്റെ മുകളിൽ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇന്നിവിടെ വെളിപ്പെടും. ഇന്നിവിടെ വെളിപ്പെടാൻ പോകുകയാ, ഇന്നിവിടെ വെളിപ്പെടാൻ പോകുകയാ. അവനാണ് സൗഖ്യം. സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ മേൽ നിന്റെ കരം നീട്ടണമേ. അവിടുന്ന് ഇവരെ വിടുവിക്കണമേ. ഏതൊരു വിഷയത്തിന്മേൽ ഭാരത്തോടെ ഇവരിവിടെ വന്നുവോ അവരുടെ മേൽ ആ വിഷയത്തിന്മേൽ വിടുതൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവകാശം പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൈകളെ അടിച്ച് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ
വാഴുകലായി യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, ഹല്ലേലൂയ ആരാധിക്കും, ഹല്ലേലൂയ ഓ ഹല്ലേലൂയ സർവശക്തനായവനേ. ഓ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ ഓ സർവശക്തനായവനേ. ഓ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, ഓ മാറിപ്പോയി എന്റെ ശാപങ്ങൾ, ഓ സൗഖ്യമായി
എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങി കേട്ടു. നാളുകളായി ശത്രു പിടിച്ചു വെച്ച ചില അവകാശങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പിടിച്ചു വാങ്ങി. ഗിലെയാദ് നമുക്കുള്ളത്. വ്യക്തികൾ ഓരോരുത്തർ പറയട്ടെ, ഗിലെയാദ് എനിക്കുള്ളത്. ശത്രു ഇന്ന് രാത്രി നമ്മെ തോറ്റുപോയി എന്ന് വിശ്വസിക്കട്ടെ. എത്ര പേർ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കും? ഇന്ന് രാത്രി നമ്മുടെ അവകാശങ്ങൾ പൈശാചികൻ ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ല. ഗിലെയാദിന്റെ മുഴുവൻ അവകാശവും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തന്നിരിക്കുക. അത് ഏറ്റെടുത്തവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വ്യക്തവും ശ്രേഷ്ഠമായി ദൈവത്തിന്റെ വചനം ഉദ്ഘോഷിപ്പാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവം ഇന്ന് രാത്രി അധികാരപ്പെടുത്തി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ബലത്തോടെ നമുക്ക് പോകാം. ഇന്ന് രാത്രി എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജേക്കബ് നെസമണി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ 3-ാം രാത്രികാലം ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ വിലപ്പെട്ട അഭിഷിക്തന്മാരോട് ചേർന്ന് ഈ വിലയേറിയ ആത്മീക സദ്യ ആസ്വദിപ്പാൻ ഞങ്ങൾക്കൊരുക്കിയ വലിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ തുടക്കം തൊട്ട് ഈ 3-ാം രാത്രി വരെയും ദൈവം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആലോചിക്കുന്ന എല്ലാ ദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രിത്തെ മഹനീയ ശുശ്രൂഷയിൽ അധ്യക്ഷപദം അലങ്കരിച്ച് ഇത്ര ശ്രേഷ്ഠമായി ഇതിൽ ലീഡ് ചെയ്യുവാൻ നിന്റെ വിലപ്പെട്ട അഭിഷിക്തന് കൃപ കൊടുത്തല്ലോ, അതിനായി സ്തോത്രം. സാത്താൻ ഞങ്ങളുടെ പരാജയങ്ങളെ കൊട്ടിഘോഷിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ദൈവമാണെന്ന് നിന്റെ ദാസനോട് ഞങ്ങൾ കേൾപ്പിച്ച വലിയ ശബ്ദത്തിനായി സ്തോത്രം. സാത്താൻ തന്റെ ഏജന്റുമാരെ അയച്ച് മരണ വാറണ്ടുകൾ പുറപ്പെടുവിക്കുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സ്വർഗത്തിലെ അപ്പവും വെള്ളവും കൊടുത്ത് ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വീണ്ടും നിന്റെ വിലപ്പെട്ട അഭിഷിക്തനിലൂടെ ഗിലെയാദിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന മാർമിക ശബ്ദങ്ങൾ ആത്മാവിൽ അറിയിച്ച വലിയ മഹത്വത്തിനായി സ്തോത്രം. ഇന്ന് കേട്ട ദൈവശബ്ദത്തിൽ ഒന്നുപോലും കളയാതെ എല്ലാം ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അവകാശങ്ങളും അനുഭവങ്ങളും കുടുംബങ്ങളിൽ, തലമുറകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ആരോഗ്യമണ്ഡലങ്ങളിൽ, ബുദ്ധിമണ്ഡലങ്ങളിൽ, അത് വീട്ടിനകത്ത് പുറത്ത്, ആലയത്തിനകത്ത് പുറത്ത്, അത് വലിയ മേച്ചൽ പുറങ്ങളായി, വലിയ ആട്ടിൻ കൂട്ടങ്ങളായി, വലിയ പ്രവാചക ശബ്ദങ്ങളായി, അത് ദൈവിക രോഗശാന്തികളായി കർത്താവേ വെളിപ്പെടുവാൻ സംഗതി വരുത്തണമേ. ഒരിക്കൽ പെട്ടകം വയ്ക്കുവാൻ ഇടം കൊടുത്ത ഓബേദേദോമിന്റെ തലമുറയ്ക്ക് ഗിലെയാദിൽ വലിയ ശുശ്രൂഷകളും വലിയ നായകത്വങ്ങളും ദൈവം കൊടുത്തല്ലോ. ഇന്ന് രാത്രി അഭിഷിക്തനോട് കൽപ്പിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. സഭകളോട്, വ്യക്തികളോട് കർത്താവേ ഇന്ന് കേട്ട എല്ലാ ദൈവശബ്ദത്തിനായി സ്തോത്രം. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ, അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ മടങ്ങി പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ വെച്ച് ദൈവം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. അവർ പോകയിൽ സൗഖ്യം പ്രാപിച്ചല്ലോ. സ്വദേശത്തും വിദേശത്തും ദൂരദേശത്തും വീട്ടിനകത്തും എല്ലാ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിലും ഇതിന്റെ വിടുതൽ വ്യാപരിപ്പാൻ ദൈവസംഗതി വരുത്തണം. കർത്താവേ, വീണ്ടും ആയിരങ്ങളുടെ മധ്യത്തിൽ, പതിനായിരങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദൂതറിയിപ്പാൻ നിന്റെ അഭിഷിക്തന്മാരെ അധികാരപ്പെടുത്തിയാലും ഈ ജനറൽ കൺവെൻഷൻ ഞങ്ങളുടെ PMG പ്രസ്ഥാനത്തിന്, ഈ പട്ടണത്തിന്, ഇത് ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിന്, ഇത് ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യ മഹാസാമ്രാജ്യത്തിൽ ഒരു വലിയ വിടുതലായി തീരട്ടെ. ഒരു ചെറിയ കൽപ്പത്തി ഇസ്രായേൽ നാട്ടിൽ ഒരു വലിയ മഴയായി മാറിയതുപോലെ ഈ ചെറിയ സുവിശേഷ മഹായോഗം ഒരു കൽപ്പത്തി പൊങ്ങിയിട്ട് ദേശത്തെ നനയ്ക്കുന്ന വൻമഴയായി തീരട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹം ചൊരിഞ്ഞത് കൊണ്ട് സ്തോത്രം. നീ ധാരാളം മഴ പെയ്പ്പിച്ച് ക്ഷീണിച്ച നിന്റെ അവകാശത്തെ ഇന്ന് രാത്രി തണുപ്പിച്ചത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. പാട്ടുപാടി ആശ്വാസം പകരുന്ന
ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. നായകന്മാർ ജനത്തെ നയിച്ചതിനായി, ജനം സ്വമേധയായി ദൈവത്തെ സേവിച്ചതിനായി എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയവായി ചെയ്കൊള്ളുമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഇന്ന് രാത്രി ദൈവം തന്ന വിജയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനിയുള്ള കാലം നമുക്ക് വിജയത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ആശീർവാദത്തിന്റെയും വർധനവിന്റെയും രോഗശാന്തിയുടെയും കാലമാകിയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, യേശു കർത്താവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസർഗം, സാന്നിധ്യം ലീഡ് ചെയ്ത അഭിഷിക്തനോടും പങ്കാളിത്തം വഹിച്ച കർത്തദാസന്മാരോടും പാട്ടുപാടിക സംഘത്തോടും വിശേഷാൽ വിലപ്പെട്ട ദൂതുകൾ ആത്മാവിൽ അറിയിച്ച വിലയേറിയ ഭൃത്യനോടും കടന്നു വന്ന ആ ബാലവൃത്തം ദൈവജനത്തോടും ചെതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധ ജനത്തോടും സ്വദേശത്തും വിദേശത്തുമായി തിരുമുഖത്ത് നോക്കി വിടുതലിന് വേണ്ടി കൊതിക്കുന്ന സകല വിശുദ്ധന്മാരോടും ഇന്നും എല്ലാ കാലത്തും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.